സോ ഹലോ ഗൈസ്, ഇതിപ്പോൾ ഇന്നലെ നീറ്റ് എക്സാം കഴിഞ്ഞു. സോ ഇപ്പം മിക്കവരും നീറ്റിന്റെ ആൻസർക്ക് നോക്കാനുള്ള ധൃതിയിലായിരിക്കും അല്ലേ. സോ മിക്ക കുട്ടികളും ഇപ്പോൾ ചോദിക്കുന്നത്, സാർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു, കണ്ടിട്ട് അത് ഡിഫിക്കൽട്ട് ആയിട്ടാണോ തോന്നിയത്, അതോ ഈസി ആയിരുന്നോ, അതോ മോഡറേറ്റ് ആയിരുന്നോ എന്നാണ് മിക്കവരും ചോദിക്കുന്നത്. സോ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു. അപ്പോൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് അത്രയും ഈസി ആയിട്ട് തോന്നിയില്ല, അത്രയും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയില്ല. ഒരു മോഡറേറ്റ് ലെവലാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഉള്ളൂ. ഒത്തിരി ഡിഫിക്കൽട്ടൊന്നും അല്ല, എന്നാൽ അത്രയും ഈസിയും അല്ല. കുറച്ച് സോൾവ് ചെയ്ത് വന്നാൽ ആൻസർ കിട്ടത്തുള്ളൂ. കുറേ കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫിസിക്സിലാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടായിരുന്നു. ഇനി അതിനകത്ത് ആകെ എനിക്ക് 2 ക്വസ്റ്റ്യൻ ആണ് ഡൗട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മറ്റേ നമ്മുടെ ഒരു ആറ്റമിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓൾഡ് NCERTയും ന്യൂ NCERTയിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഒരു ഡൗട്ട് ഉണ്ട്, അത് ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ഡയോഡിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ കുട്ടികൾക്ക് ഡൗട്ടാണ്. അപ്പോൾ അതും ചിലപ്പം അത് ഇത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെ ബോണസ് മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അറിയത്തില്ല, പക്ഷേ ചിലപ്പം അത് ചെയ്യാനും ചാൻസ് ഇല്ല, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡയോഡിന്റെയും ആറ്റമിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡൗട്ട്. ബാക്കി ഒരുമാതിരി എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു. ഓക്കെ, സോ മീഡിയം ക്വസ്റ്റ്യൻസ് ആണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ബാക്കി നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അതിന്റെ റാങ്ക് വന്നാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ഐഡിയ ഒക്കെ ഒന്നും അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ജസ്റ്റ് നമുക്കിപ്പോൾ ആൻസർ കീ നോക്കാവുന്നതേ ഉള്ളൂ. ക്ലിയർ അല്ലേ? സോ നമുക്ക് നോക്കാം. എൻ്റെ ഇരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ Q1 ആണ്. ഓക്കെ, അപ്പോൾ കോഡ് Q1 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കും. ദ ലോജിക് ഗേറ്റ് സർക്യൂട്ട് പ്രൊവൈഡ്സ് the output y as the following truth table. The expression of the output y is. Okay, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും ഓപ്ഷൻ? ഇത് ചെയ്യാനൊന്നുമില്ല. നോക്കുമ്പോൾ ഇത് ബിയുടെ നേരെ ഓപ്പോസിറ്റ് അല്ലേ കിടക്കുന്നത്. ബിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഇത് വരും. ഓപ്ഷൻ ബി 3 is the answer. ബി ഡാഷ് ആണ് അല്ലേ, കാരണം ബിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പം സോൾവ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഓക്കെ, പിന്നെ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ റൊട്ടേഷൻ മോഷൻ എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റോളിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വീൽ ഓഫ് എ ബുള്ളറ്റ് കാർട്ട് ഈസ് മൂവിങ് ഓൺ എ ലെവൽ റോഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇഫ് ഇറ്റ്സ് ലീനിയർ സ്പീഡ് വി തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്? ഓക്കെ, അപ്പോൾ റോളിങ്ങിന്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റോളിങ്ങിൽ ആ വീല് താഴെ ടച്ച് ചെയ്യുന്ന പോയിന്റിലെ വെലോസിറ്റി എപ്പോഴും 0 ആയിരിക്കും അല്ലെ. പ്യോർ റോളിങ്ങിന്റെ കേസിൽ 2 വെലോസിറ്റി ഉണ്ടാവും അല്ലെ. ഇതാണ് നമ്മുടെ ആ വീലിൽ നിന്നിരിക്കട്ടെ. അപ്പോൾ അതിന് ഏറ്റവും താഴത്തെ പോയിന്റിൽ, ഇതാണ് നമ്മുടെ ഏറ്റവും താഴത്തെ പോയിന്റ്. ഇവിടെ 2 വെലോസിറ്റി ഉണ്ടാവും. ഒന്ന് ഇങ്ങോട്ടേക്ക് ഒരു വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി, പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു വെലോസിറ്റി R⍵. അത് പ്യോർ റോളിംഗ് ആണെന്നുണ്ടെങ്കിൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി 0 ആണ്. ശരിയല്ലേ? സെന്റർ ഓഫ് മാസിലെ വെലോസിറ്റി V മാത്രമേ ഉള്ളൂ. മോളിന്റെ വെലോസിറ്റി V പ്ലസ് R⍵ എന്ന് കൂടി വരും. അത് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, പ്യോർ റോളിംഗ് ആണെന്നുണ്ടെങ്കിൽ V is equal to R⍵ ആണ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. എന്നിട്ട് ഇത് 2V ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ് P ആയിട്ട് തന്നേക്കുന്നത് അല്ലേ. ഈ പോയിന്റ് Q ആണ്. അപ്പോൾ ദിസ് ഇസ് P, ദിസ് ഇസ് Q. ഓപ്ഷൻ ഏതൊക്കെയാ? P മൂവ്സ് സ്ലോവർ ദാൻ Q ആണോ? അല്ല, P മൂവ്സ് സ്ലോവർ അല്ല, ഹയർ ആണ്. P നമ്മൾ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും താഴത്തെ പോയിന്റിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ വെലോസിറ്റി 0 ആണ്. പിന്നെ P മൂവ്സ് ഫാസ്റ്റർ ദാൻ Q, അത് കറക്റ്റ് ആണ്. ബോത്ത് P ആൻഡ് Q മൂവ്സ് വിത്ത് ഈക്വൽ സ്പീഡ്, അത് തെറ്റാണ്. പിന്നെ പോയിന്റ് P ഹാസ് 0 സ്പീഡ്, അത് കറക്റ്റ് ആണോ? അല്ല, Q ആണ് 0 വരുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ഓക്കെ, ഈസി ക്വസ്റ്റൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട് ദ ഈക്വലന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ടെർമിനൽ A ആൻഡ് B ഈസ്? ഓക്കെ, ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് A ആൻഡ് B, ഇത് മറ്റേ വീസ്റ്റൺ ബ്രിഡ്ജ് ടൈപ്പ് കണ്ടീഷൻ അല്ലേ. ബാലൻസ്ഡ് ആണ് അല്ലേ, കാരണം 2 പിന്നെ 2 അല്ല, ബാലൻസ് ആണ്. അപ്പോൾ രണ്ടാമത്തെ കളയാം അല്ലേ. അപ്പോൾ എല്ലാം കൂടി ചെയ്ത് വരുമ്പോൾ എത്ര വരും? 2 സീരീസ് ആണ്. അപ്പോൾ 1 വരും. പിന്നെ ഇത് 2 സീരീസ് ആണ്. 1 വരും. 1 പാരലൽ. അപ്പോൾ എത്ര? 2 ആണ്. അപ്പോൾ ആൻസർ ചെയ്താൽ ആൻസർ 1 ഈസ് ദി ആൻസർ, 2 മൈക്രോ ഫാരഡ്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, at any instant of time t the displacement of the particle തന്നിട്ടുണ്ട് 2t-1 as a unit under the influence of force 5 Newton. The value of instantaneous power is. Okay, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട് S is equal to 2t-1. ഫോഴ്സ് തന്നിട്ടുണ്ട് F is equal to 5 Newton. നമുക്ക് പവർ ആണ് വേണ്ട അല്ലേ. അപ്പോൾ പവറിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പവർ is equal to ഡിസ്പ്ലേസ്മെന്റ് അല്ലേ തന്നേക്കുന്നത്. അപ്പോൾ വെലോസിറ്റിന്റെ ടേംസിൽ എഴുതാം അല്ലേ. അപ്പോൾ പവർ is equal to ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി അല്ലേ. വെലോസിറ്റി 5, ഫോഴ്സ് എത്രയാ? 5 ആണ്. വെലോസിറ്റി എത്ര കിട്ടും? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 എന്നല്ലേ വരത്തുള്ളൂ. അപ്പോൾ വെലോസിറ്റി 2 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 2
ദാറ്റ് ഈസ് 10 എന്ന് വരും. അപ്പോൾ പവർ എത്രയാണ്? 10 ആണ്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ. ഓക്കെ, the potential at a axial point at a 2 meter distance from the center of the dipole moment vector p of magnitude 4 into 10 raised to minus 6 coulomb meter is 9 into 10 raised to 3 volt. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു കെ പി ഡിവൈഡ് ബൈ ആർ സ്ക്വയർ അല്ലേ? കെ പി ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. കെൻ്റെ വാല്യൂ 9 into 10 raised to 9, പിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാ? 4 into 10 raised to minus 6 divided by r എത്രയാ? r is 2 അല്ലേ? 2 മീറ്റർ. അപ്പോൾ 2 into 2 എന്ന് വരും. 2 into 2 ഇതെങ്കിലും ക്യാൻസൽ ആയിപ്പോയി. ദാറ്റ് ഈസ് 9 into 10 raised to 9ഉം പിന്നെ 9 into 10 raised to minus 6. അപ്പോൾ 9 into 10 raised to 3 എന്ന് വരും. ശരിയല്ലേ? പ്ലസ് ഓർ മൈനസ് വരും. ഓക്കെ, അത് ചാർജ് അനുസരിച്ചിരിക്കും. സോ ഇത് കറക്റ്റ് ആണ്. അസേർഷൻ ഇസ് ട്രൂ. റീസൺ v is equal to plus or minus 2p by r cube where r is the distance at any axial point situated at 2 meter from the center of the dipole. റീസൺ കറക്റ്റ് ആണോ? റീസൺ കറക്റ്റ് അല്ലല്ലോ. നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. v is equal to kp by r square ആ. 2 എന്ന് വരുന്നില്ല. ഓക്കെ, വെലോസിറ്റി നമ്മൾ മറ്റേ വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താ? v is equal to kp by r square ആണ്. 2 വരുന്നത് ഇലക്ട്രിക് ഫീൽഡിലാണ് വരുന്നത്. ഇലക്ട്രിക് ഫീൽഡിലാണ് നമ്മൾ 2 ഒക്കെ വരുന്നത്. 2 ഇക്വറ്റോറിലാണെങ്കിൽ 1 മറ്റേതാണ് 2. ഓക്കെ, 2 ഇവിടെ വരുന്നില്ല. അപ്പോൾ റീസൺ തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ 3 വരത്തില്ല. അസേർഷൻ ഇസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ? 2 bodies A and B of same mass undergo completely inelastic one-dimensional collision. A moves with the velocity v and B is at rest before collision. The velocity of the system after the collision is v2, then the v1 and v2 the ratio. അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? കൊളീഷൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ പോരെ? ദാറ്റ് ഈസ് m1 into m1. രണ്ടിൻ്റെ മാസ് സെയിം ആണോ? സെയിം മാസ് അല്ലേ? സെയിം മാസ് ആണ്. അപ്പോൾ m ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ m into v1 plus m into 0 is equal to ഒട്ടിപ്പോയില്ല. അപ്പം 2m into v2 എന്ന് വരത്തില്ലേ? ശരിയല്ലേ? അപ്പോൾ ഇതങ്ങ് പോയി, m ക്യാൻസൽ ആയി പോയി. അപ്പോൾ v1 by v2 is equal to 2 എന്ന് വരും. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 2 is the answer. 2:1. ഈസി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, in a uniform magnetic field of 0.049 Tesla, a magnetic needle performs 20 complete oscillation in 5 seconds as shown. The moment of inertia തന്നിട്ടുണ്ട്. The magnitude of magnetic moment of the needle is x into 10 raised to minus 5 ampere meter square എന്ന വാല്യൂ ഓഫ് എക്സ് ഈസ്. ഓക്കെ, അപ്പോൾ ടൈം പീരീഡ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് മൊമെന്റ് മാഗ്നറ്റിക് മൊമെന്റ് അല്ലേ വേണ്ട. അപ്പം നമ്മൾ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. t is equal to 2pi into root of I divided by mb അല്ലേ? അപ്പോൾ വാല്യൂ പുട്ട് ചെയ്താൽ മതി, ആൻസർ ആയി അല്ലേ? ടൈം പീരീഡിൻ്റെ വാല്യൂ എത്രയാണ്? 5 സെക്കൻഡ്സിൽ 20 ഓസിലേഷൻ അല്ലേ? 5 സെക്കൻഡ്സിൽ 20 ഓസിലേഷൻസ്. കംപ്ലീറ്റ് ഓസിലേഷൻ ഇൻ 5 സെക്കൻഡ്സ്. ഓസിലേഷൻ 5 സെക്കൻഡ്സിൽ. അപ്പോൾ ഒരു ഓസിലേഷൻ എത്ര ടൈം എടുക്കും? 5/20 അല്ലേ? 5/20 ദാറ്റ് ഈസ് 1/4 എന്ന് വരും അല്ലേ? അപ്പോൾ 1/4 ടൈം പീരീഡ് 1/4 ആണ്. ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈം 20/5 5/20 1/4 എന്ന് വരും. 1/4 is equal to 2pi into root of I തന്നിട്ടുണ്ടോ? I എത്രയാ? മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് 9.8 into 10 raised to, അപ്പോൾ 9.8 into 10 raised to minus 6 ഡിവൈഡഡ് ബൈ മാഗ്നറ്റിക് മൊമെന്റ് വേണ്ടത് അത് 6 into 10 raised to minus 5 അല്ലേ? x into 10 raised to minus 5 into മാഗ്നറ്റിക് ഫീൽഡ് എത്രയാ? 4.9 അല്ലേ? 0.049. അപ്പോൾ ഇതിനെ 4.9 ആയിട്ട് എഴുതാം. 4.9 into 10 raised to എത്ര വരും? -2 വരത്തില്ല. അപ്പോൾ 10 raised to minus 2 സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ഇതങ്ങ് ക്യാൻസൽ ആയിപ്പോയി. 10 raised to minus 1 ഇതങ്ങ് ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ 10 എന്ന് വരും. ഇത് ക്യാൻസൽ ആയി പോകുമ്പോൾ 2 എന്ന് വരും. അപ്പോൾ 1/4 is equal to 2pi into root of 20/x എന്ന് വരത്തില്ലേ? സ്ക്വയർ ചെയ്യും. അപ്പോൾ 1/16 is equal to 4pi square into 20/x. അപ്പോൾ x അല്ലേ വേണ്ട. അപ്പോൾ x is equal to 4pi square into 20 into 16. ശരിയല്ലേ? പൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 അല്ലേ? പൈ സ്ക്വയറിൻ്റെ വില 9.8 ആണ്. നമുക്ക് അപ്രോക്സിമേറ്റ്ലി 10 ആയിട്ട് എടുക്കാം. അപ്പോൾ 4 into 10 into 20 into എത്ര വരും? 16. ഇത് ഏകദേശം ഒരു 1000 സംതിങ് ആയില്ലേ? ശരിയല്ലേ? എന്ന് പറയുമ്പോൾ ഇത് 200
200 പിന്നെ 4 കൂടി 800 അല്ലേ. അപ്പം 800 × 16 ദാറ്റ് ഈസ് ഈക്വൽ ടു ചെയ്ത് വരുമ്പോൾ എത്ര കിട്ടും? അപ്പോൾ പൈ സ്ക്വയറിൻ്റെ ടേംസിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ പൈ സ്ക്വയറിൻ്റെ ടേംസിലാണെന്നുണ്ടെങ്കിൽ പൈ സ്ക്വയർ കിടന്നോട്ടെ. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, പൈ സ്ക്വയർ അവിടെ കിടന്നോട്ടെ. അപ്പോൾ പൈ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇത് എത്ര വരും? ഇത് 80 × 16 എന്ന് പറയുമ്പോൾ ഒരു 1000 സംതിങ് വരത്തില്ലേ? ഒരു 1000 സംതിങ് വരും. കാരണം 100 × 16 തന്നെ 1600. അപ്പോൾ 80 × 16 എന്ന് പറയുമ്പോൾ 1000-ൻ്റെ അടുത്ത് തന്നെ വരും. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഇതൊന്നും വരത്തില്ലല്ലോ, ഇതൊന്നും ചെറിയ ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഓപ്ഷൻ 4 വരത്തുള്ളൂ. 1280 പൈ സ്ക്വയർ. ഓക്കെ, ചെയ്ത് നോക്കണമെന്നില്ല, അപ്രോക്സിമേറ്റ്ലി മതി. ഒരു 1000 സംതിങ് ആണ്. 80 × 16 എന്ന് പറയുമ്പോൾ 1000 സംതിങ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1280 പൈ സ്ക്വയർ. ഓപ്ഷൻ 4 is the answer. അടുത്ത ക്വസ്റ്റ്യൻ, an unpolarized light beam strikes a glass surface at Brewster's angle. ഓക്കെ, വേവ് ഓപ്റ്റിക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ, ഇത് ഈ ടോപ്പിക്കിൽ നിന്ന് എല്ലാ വർഷവും ക്വസ്റ്റ്യൻ ഉള്ളതാണ്. then the reflected light will be partially polarized. ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് അല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. the refracted light is completely polarized ആണോ? റിഫ്രാക്റ്റഡ് ലൈറ്റ് പാർഷ്യലി പോളറൈസ്ഡ് ആണ് അല്ലേ. അപ്പോൾ ഇതും തെറ്റിപ്പോയി. ബോത്ത് റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് ലൈറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി പോളറൈസ്ഡ്, അത് തെറ്റാണ് അല്ലേ. രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും, പക്ഷെ റിഫ്ലക്റ്റഡ് എപ്പോഴും കംപ്ലീറ്റ്ലി പോളറൈസ്ഡ്, റിഫ്രാക്റ്റഡ് പാർഷ്യലി പോളറൈസ്ഡ് ആണ്. അപ്പോൾ ഓപ്ഷൻ 3 തെറ്റിപ്പോയി. നാലാമത്തേത്, ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ബട്ട് ദ റിഫ്രാക്റ്റഡ് ലൈറ്റ് വിൽ ബി പാർഷ്യലി പോളറൈസ്ഡ്, അത് കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ 4 വരും. റിഫ്ലക്റ്റഡ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ്, റിഫ്രാക്റ്റഡ് പാർഷ്യലി പോളറൈസ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എ ആൻഡ് ബി, ഐഡന്റിഫൈ ദ കറക്റ്റ് ഓപ്ഷൻ, കറക്റ്റ് ആൻസർ. എയും ബി ആണ് കേട്ടോ. ഇത് എ ആണ്, ഇത് സ്റ്റേറ്റ്മെന്റ് എയും ഇത് സ്റ്റേറ്റ്മെന്റ് ബി ആണ്. ഓക്കെ, അത് വിട്ടുപോയതാ. സോ ഫോർ എ സോളാർ സെൽ IV characteristics lie in the 4th quadrant in the given figure. അത് കറക്റ്റ് ആണല്ലോ, ശരിയല്ലേ? നമ്മൾ സോളാർ സെല്ലിന്റെ ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ? ഇങ്ങനത്തെ ഒരു ഗ്രാഫ് അല്ലേ വരുന്നത് അല്ലേ? സോളാർ സെല്ലിന്റെ ഗ്രാഫ് ഇതാണ്, IV ഗ്രാഫ് അല്ലേ. IV ഗ്രാഫ് ഇങ്ങനെ വരുന്നത് അല്ലേ. ഇതിന് നമ്മൾ എന്താ പറയുക? ദിസ് ഇസ് കോൾഡ് എന്താ? ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ഇതെന്താ? ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അല്ലേ, പഠിച്ചിട്ടുണ്ടല്ലോ. സോ അത് കറക്റ്റ് ആണ്, 4th ക്വാഡ്രന്റിലാണ് വരുന്നത്. പിന്നെ ഇൻ റിവേഴ്സ് ബയാസ് PN ജംഗ്ഷൻ ഡയോഡ് ദ കറണ്ട് മെഷേർഡ് ഇൻ, ഇത് മൈക്രോ ആണ് കേട്ടോ, മൈക്രോ ആംപിയർ ആണിത്. ഇത് മൈക്രോ ആണ്. മൈക്രോ ആംപിയർ ഇസ് ഡ്യൂ ടു മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ്. മെജോറിറ്റി ആണോ? മെജോറിറ്റി അല്ലല്ലോ, മൈനോറിറ്റി അല്ലേ. അല്ല, റിവേഴ്സ് ബയോസിന് മൈനോറിറ്റി ആണ്, ഫോർവേഡ് ബയാസിലാണ് മെജോറിറ്റി വരുന്നത്. അപ്പോൾ അത് തെറ്റിപ്പോയി. എ കറക്റ്റ് ആണ്, ബി തെറ്റിപ്പോയി. അപ്പോൾ ഓപ്ഷൻ ഇത് വരും. ഓപ്ഷൻ എ ഈസ് കറക്റ്റ് ബട്ട് ബി ഈസ് ഇൻകറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാഫ് തന്നിട്ടുണ്ട് 1/π² ആൻഡ് കൈനറ്റിക് എനർജി ഡി ബ്രോഗ്ലി വേവിലും തന്നിട്ടുണ്ട്. അപ്പോൾ ഈസി ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനർജിൻ്റെ ഇക്വേഷൻ എന്താ? ദാറ്റ് ഇസ് ലാംഡയുടെ ഇക്വേഷൻ എന്താ? ലാംഡ ഈസ് ഈക്വൽ ടു H / √2m ഇൻറ്റു കൈനറ്റിക് എനർജി അല്ലേ. അപ്പോൾ ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് കൈനറ്റിക് എനർജിയാണ്, ശരിയല്ലേ. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ λ² ഇസ് ഈക്വൽ ടു 1/കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ 1/λ² എന്ന് വരും, ശരിയല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി 1/λ² എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ. അപ്പോൾ അതേ 1/λ² മീൻ്റെ ഗ്രാഫ് എങ്ങനെ വരും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആകുമ്പോൾ സ്ട്രേറ്റ് ലൈൻ അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഇതാണ്, ദാറ്റ് 4th ഓപ്ഷൻ ആണ് കേട്ടോ. ഇത് 2, ഇത് 3. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ആൻസർ. ഏതാ? ദാറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. 1/λ² ഇയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അപ്പോൾ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടെർമിനൽ വോൾട്ടേജ് ഓഫ് ദി ബാറ്ററി ഹൂസ് EMF തന്നിട്ടുണ്ട്, ഇന്റേണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? ടെർമിനൽ വോൾട്ടേജ് ആവേണ്ടത്. ടെർമിനൽ വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ടെർമിനൽ വോൾട്ടേജ് TPD ഈസ് ഈക്വൽ ടു I ഇൻറ്റു R അല്ലേ. ഇനി ഐൻ്റെ വാല്യൂ എത്ര കിട്ടും? ദാറ്റ് E/R+R എന്ന് വരും. അപ്പോൾ E/R+R ഇൻറ്റു R എന്ന് വരും, ശരിയല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു EMF എത്ര? 10 ഡിവൈഡഡ് ബൈ R 4 + 1 അല്ലേ, ഇൻറ്റു 4 എന്ന് വരും, ശരിയല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10/5 അല്ലേ. 10/5 2 ആണ്. അപ്പോൾ 2 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 വോൾട്ട്. അപ്പോൾ ഓപ്ഷൻ ഇത് വരും, ഓപ്ഷൻ
3 is the answer. 8 volt എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ, ചെയ്യാവുന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, the quantity which has the same dimensions as those of solid angle are. സോളിഡ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ ഇല്ലാത്തതല്ലേ അല്ലേ, സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റി ആണല്ലേ. അപ്പോൾ സ്ട്രെയിൻ ആൻഡ് ആംഗിൾ അത് കറക്റ്റ് ആണല്ലോ. സ്ട്രെയിനിന് ഡയമെൻഷൻ ഇല്ല, കാരണം സ്ട്രെയിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ആണ്. അപ്പോൾ രണ്ട് ലെന്ത് ആയതുകൊണ്ട് ഡയമെൻഷനും ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെ വരത്തില്ലേ, ശരിയല്ലേ? സ്ട്രെസ് വരും, സ്ട്രെസ് ഒന്നും വരത്തില്ല, സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ ഉള്ളതാണ്. ആർക്കിനും വരത്തില്ല, ആർക്ക് മീറ്റർ അല്ലേ, അപ്പോൾ ആർക്കും വരത്തില്ല, സ്ട്രെസ് വരത്തില്ല, ആംഗുലർ സ്പീഡും വരത്തില്ല. അപ്പോൾ ഓപ്ഷൻ 1 ഉള്ളൂ, സ്ട്രെയിൻ ആൻഡ് ആംഗിൾ അല്ലേ, ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഡ്യൂസ് കറണ്ട് EMIന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. EMI, ഇൻ ദ അബവ് ഡയഗ്രാം എ സ്ട്രോങ് ബാർ മാഗ്നറ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് സോളിനോയിഡ് 1 and 2 ഫ്രം 2 to 1. ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ് കറണ്ട് ആർ. ഇപ്പോൾ ഇൻഡ്യൂസ് കറണ്ടാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടുന്ന് സൗത്ത് അങ്ങോട്ടേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ സൗത്ത് അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇതും സൗത്ത് ആയിട്ട് മാറുമല്ലോ. സൗത്ത് ആയിട്ട് മാറുമ്പോൾ നമുക്കറിയാം സൗത്ത് ആകുമ്പോഴത്തേക്ക് കറണ്ട് ചെയ്താൽ ക്ലോക്ക് വൈസ് കറണ്ട് ആണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് ക്ലോക്ക് വൈസ് ആയിരിക്കത്തില്ലേ. ഇപ്പോൾ ക്ലോക്ക് വൈസ് കറണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ഡയറക്ഷൻ, കണ്ട ക്ലിയർ ആണല്ലോ. ക്ലോക്ക് വൈസ് കറണ്ട് ആണ് സാർ. ഇത് സൗത്ത് പോൾ ആയതുകൊണ്ട് ഇതും സൗത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഇത് സൗത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോക്ക് വൈസ് കറണ്ട് ആയിരിക്കും. ഇപ്പോൾ ക്ലോക്ക് വൈസ് കറണ്ട് ആണെന്നുണ്ടെങ്കിൽ എവിടുന്ന് അങ്ങോട്ടേക്കാണ്, ഇങ്ങോട്ടേക്കല്ലേ, ഡിന്ന് സിയിലേക്കാണ് അല്ലേ. അടുത്തത് ഇത് നോർത്ത്, അപ്പം നോർത്ത് അകന്ന് പോവുകയാണ്. അപ്പം നോർത്ത് അകന്ന് പോവുകയാണെങ്കിൽ അതിന് പിടിച്ചു നിർത്താൻ ഇതും സൗത്ത് ആയിട്ട് മാറും. സൗത്ത് ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ക്ലോക്ക് വൈസ് പറയുമ്പോൾ ഇങ്ങനെ വരത്തില്ലേ, ഇങ്ങനെ വരും, മുകളിൽ നിന്ന് താഴേക്ക് വരും, ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ അത് എങ്ങനെ വരും ഡയറക്ഷൻ, അത് എങ്ങോട്ട് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് ബിയിലേക്ക്, ഇങ്ങോട്ടേക്ക് വരത്തില്ലേ, എന്ന് ബിയിലേക്ക് വരും. അപ്പോൾ സോളിനോയിഡ് 1 ഡയറക്ഷൻ എന്ന് ബി, സോളിനോയിഡ് 2 D to C. അങ്ങനത്തെ ഏതാ ഓപ്ഷൻ, A to B D to C. ഓപ്ഷൻ 1 തന്നെ വരും. A and B and D and C is the direction. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, the moment of inertia of thin rod about the axis passing through midpoint and perpendicular of the rod is 2400 gram per centimeter square. Okay, gram centimeter square. The length of the 400 gram rod is. Okay, അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ തന്നിട്ടുണ്ട്. തിൻ റോഡ് അല്ലേ, പെർപെൻഡിക്കുലർ. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് I is equal to mL²/12. അപ്പോൾ വാല്യൂ പുട്ട് ചെയ്താൽ മതി, ബാക്കി കഴിഞ്ഞു. അപ്പോൾ 2400 കൺവേർട്ട് ചെയ്യാൻ നിൽക്കേണ്ട, കാരണം എല്ലാം CGS-ലാണ് അല്ലേ. അപ്പോൾ 2400 is equal to മാസ് 400 into L² ഡിവൈഡ് ബൈ 12. ശരിയല്ലേ. അത് 0 ക്യാൻസൽ ആയിപ്പോയി, 4 പോകുമ്പോൾ 6 വരും അല്ലേ. അപ്പോൾ L² is equal to 12 into 6. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 12 into 6 72 അല്ലേ. അപ്പോൾ L² is equal to 72. അപ്പോൾ L is equal to root of 72. root of 72 എത്രയാണ്, 64 ആണെങ്കിൽ 8 അല്ലേ. 64 ആണെങ്കിൽ 8 ആണ്, 81 ആണെങ്കിൽ 9 ആണ്. അപ്പോൾ 8ഉം 9ൻ്റെ ഇടയ്ക്കായിരിക്കില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ 1 is the answer. 8.5 എന്ന് വരും. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, SHM സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, നമുക്ക് എന്താ വേണ്ടേ, ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ടൈം പീരീഡ് ആണ് വേണ്ടേ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് 5 തന്നെ അല്ലേ. അപ്പോൾ 5 ഏതായിരിക്കും, 5 മീറ്റർ ആണ്. അപ്പോൾ ഇതൊന്നും വരത്തില്ല, 5 സെൻറ്റിമീറ്റർ അല്ല, 5 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് 5 മീറ്റർ ആണ്. ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക, ഒമേഗയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഒമേഗ ഇസ് ഈക്വൽ ടു എത്രയാണ്, ഒമേഗ ഇസ് ഈക്വൽ ടു പൈ അല്ലേ. ഒമേഗ ഇസ് ഈക്വൽ ടു പൈ ആണ്. അപ്പോൾ ഒമേഗയ്ക്ക് പകരം T⁻/T എന്ന് എഴുതാം, 2π/T എന്ന് എഴുതാം. അപ്പോൾ 2π/T is equal to പൈ അല്ലേ. അപ്പോൾ പൈ ക്യാൻസൽ ആയിപ്പോയി, T is equal to എത്ര കിട്ടും, 2 എന്ന് കിട്ടും. ശരിയാണല്ലോ, 2 seconds. അപ്പോൾ ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ B, 2 is the answer. 5 meter and 2 seconds. Okay, so next question, ഗ്രാവിറ്റീൻ്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ഗ്രാവിറ്റേഷൻ. The mass of the planet is 1/10 of that of the earth and the diameter is half than that of the earth. Then the acceleration due to gravity of the planet is. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജിൻ്റെ വാല്യൂ പുട്ട് ചെയ്താൽ മതി. G is equal to gm divided by r². ശരിയല്ലേ. അപ്പോൾ G ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m/r² എന്ന് വരും. ശരിയല്ലേ. മാസ് എത്രയാക്കി എന്നാണ് പറഞ്ഞത്, 1/10 ആക്കിയില്ല. അപ്പോൾ 1/10 ഡിവൈഡഡ് ബൈ റേഡിയസ് ഹാഫ് ആക്കിയില്ലേ, ഡയമീറ്റർ ഹാഫ് ആക്കി, റേഡിയസ് ഹാഫ് ആക്കി. അപ്പോൾ 1/2 എന്ന് വരും അല്ലേ, ഫാക്ടർ 1/2ൻ്റെ സ്ക്വയർ എന്ന് വരും. ഇപ്പോൾ G ഡാഷ് പ്രൊപ്പോർഷണൽ ടു
1/10 ഇൻറ്റു 1/4 അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4/10 എന്ന് വരും. ശരിയല്ലേ? അപ്പം ജി ഡാഷ് ഇസ് ഈക്വൽ ടു 4/10 ഇൻറ്റു ജി എന്ന് വരും. ശരിയല്ലേ? എത്രയത്? 4/10 ഇൻറ്റു 9.8. സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 9.8 ഇതൊരു 40/10 അല്ലേ? 40/10 എന്ന് പറയുമ്പോൾ 4.4 അല്പം കുറവായിരിക്കും. ശരിയല്ലേ? കാരണം ഇത് 9.8 ആണ്. അല്ല, ഇത് 10 ആയിരുന്നുണ്ടെങ്കിൽ 4 കിട്ടിയേനെ അല്ലേ? ഈ വാല്യൂ 10 ആയിരുന്നെങ്കിലേ അപ്പോൾ ഈ 10 ക്യാൻസൽ ആയിപ്പോൾ 4 കിട്ടിയേനെ. ഇതിപ്പോൾ 9.8 ഉള്ളൂ. അപ്പോൾ 4 ഓപ്ഷൻ കുറവായിരിക്കും അല്ലേ? അപ്പോൾ ഓപ്ഷൻ 4.9 എന്ന് വരത്തില്ല, അത്രയും കയറത്തില്ല, 5 ഒന്നും അല്ല വരുന്നത്. അപ്പോൾ 3.92 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി വരും 3.92. അടുത്ത ക്വസ്റ്റ്യൻ കോൺടാക്ട് ക്വസ്റ്റ്യൻ ആണല്ലേ. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ബ്ലോക്ക് എ ഓൺ ബി അല്ല. അപ്പോൾ കോൺടാക്ട് ഫോഴ്സ് ആണ് നമുക്ക് വേണ്ടത്. ഇവിടുത്തെ കോൺടാക്ട് ഫോഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ സെയിം നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറേ തവണ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കോമൺ ആക്സലറേഷൻ കണ്ടുപിടിക്കണ്ടേ? കോമൺ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് 10 ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് 2 + 3 ദാറ്റ് ഈസ് 10/5 ദാറ്റ് ഈസ് 2 m/s² എന്ന് വരും അല്ലേ? പിന്നെ കോൺടാക്ട് ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഓപ്പോസിറ്റ് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ന്യൂട്ടൺ എന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ ഇത് വരും, ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ തെർമോഡൈനാമിക്സ്. ഒരു പി വി ഗ്രാഫ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് അലോങ് ദി പാത്ത് ബി സി ഈസ്. ബി സി ഏതാ? ഇതല്ലേ ബി സി. ബി സിൻ്റെ അലോങ് വർക്ക് എത്രയായിരിക്കും അല്ലേ? ബി സി ഐസോകോറിക് അല്ലേ? വോളിയം മാറുന്നില്ലല്ലോ. ബി സി ഐസോകോറിക് ആണ്, വോളിയം മാറുന്നില്ല. അപ്പോൾ വോളിയം മാറുന്നില്ലെങ്കിൽ വർക്ക് എത്ര? ഐസോകോറിക് പ്രോസസ് നമുക്ക് വർക്ക് അറിയാം, 0 ആണ്. അപ്പോൾ ഓപ്ഷൻ എ വരും. ഓക്കെ, ഈസി. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ ഇച്ചിരി ഡൗട്ടാണ്. കാരണം ഈ ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് 2 പ്രശ്നം വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 നോക്കിയേ. ആറ്റംസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആസ് ദേ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. ഇത് കറക്റ്റ് ആണ്. പക്ഷെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കണ്ടോ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് ആർ സ്റ്റേബിൾ ആൻഡ് എമിറ്റ് ദിയർ ക്യാരക്ടറിസ്റ്റിക് സ്പെക്ട്രം. ഈ സാധനം ഒരു സംശയമുള്ളതാണ്. കാരണം ഓൾഡ് NCERT അനുസരിച്ച് ആറ്റംസ് എല്ലാം സ്റ്റേബിൾ ആണ്. പക്ഷേ ന്യൂ NCERTയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കിടപ്പുണ്ട്, ദാറ്റ് ഈസ് സം ആറ്റംസ്, അല്ലെങ്കിൽ ഓൾഡ് NCERTയിൽ ഓൾ ആറ്റംസ് എന്നാണ്, ഓൾ ആറ്റംസ് ആർ സ്റ്റേബിൾ എന്നാണ്. പക്ഷെ ന്യൂ NCERTയിൽ ഇത് കിടക്കുന്നത് എങ്ങനെയാ? ആറ്റംസ് ക്യാൻ ബി സ്റ്റേബിൾ എന്നാണ് കിടക്കുന്നത്. അപ്പം ക്യാൻ ബി സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ആറ്റംസും സ്റ്റേബിൾ ആയിരിക്കണമെന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഓൾ NCERT വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾ ആറ്റംസ് ആർ സ്റ്റേബിളാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. പക്ഷെ ന്യൂ NCERTയിൽ ആറ്റംസ് ക്യാൻ ബി സ്റ്റേബിൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ആറ്റം സ്റ്റേബിൾ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ന്യൂ NCERT നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റിപ്പോകും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 2 ആൻസർ ഉണ്ട്. അപ്പോൾ NTA ഏത് ആൻസറാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓൾഡ് NCERT വെച്ച് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 വരും. ന്യൂ NCERT വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഓപ്ഷൻ 3 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതെനിക്ക് അറിയത്തില്ല ഏതായിരിക്കും അവർ ആൻസർ കീ ആയിട്ട് കൊടുക്കുന്നത് നമുക്ക് അറിയത്തില്ല. ചിലപ്പം 3 ആവാനാണ് ചാൻസ്. കാരണം ഓൾഡ് NCERTയിൽ അങ്ങനെ കിടക്കുന്നത്, ന്യൂ NCERTയിൽ അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ന്യൂ NCERT ഫോളോ ചെയ്യാനാണ് ചാൻസ്. ചിലപ്പോൾ ഇത് ക്യാൻസൽ ആയി പോവുമായിരിക്കും, ബോണസ് മാർക്ക് കിട്ടുമായിരിക്കും, പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടോ അത് ഓർത്ത് വെച്ചാൽ മതി. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ഇത് DKയുടെ ക്വസ്റ്റ്യനാണ് തന്നേക്കുന്നത്. അപ്പോൾ എക്സ് ഇത് 80, 82, 290 അല്ലേ? അപ്പം ആൽഫ പോകുമ്പോൾ ഇത് 80 ഇത് 4 കുറയില്ല, അപ്പം 286. പിന്നെ പൊസിട്രോൺ എമിറ്റ് ചെയ്യുമ്പോൾ ബീറ്റ പ്ലസ് ആണ്, അപ്പോൾ 1 കുറയ്ക്കണം അല്ലേ? അപ്പോൾ ഇത് 79 ആകും, ഇത് 286 തന്നെ. എന്നിട്ട് പിന്നെ ബീറ്റ മൈനസ്, അപ്പം ബീറ്റ മൈനസ് ആണെങ്കിൽ 1 കൂട്ടണം, അപ്പം 80 ആവും. ഇത് പിന്നെയും 80, 286. എന്നിട്ട് പിന്നെ ഒരു ഇലക്ട്രോൺ അല്ലേ? അപ്പം പിന്നെയും 1 കൂട്ടണം, അപ്പോൾ എക്സ് ഇത് 81 ആകും, ഇത് 286 ആവും. അപ്പോൾ ഓപ്ഷൻ ഏതാ? ലാസ്റ്റ് 286ഉം 81. ഇപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ
4 is the answer. 286 and 81. Okay. At the question, particles moving with a uniform speed in a circular path maintains constant velocity. കറക്റ്റ് ആണോ? അല്ല. കോൺസ്റ്റന്റ് വെലോസിറ്റി ഒന്നും അല്ല. ഓക്കെ, കാരണം വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കോൺസ്റ്റന്റ് ആക്സിലേഷൻ കറക്റ്റ് ആണോ? അത് കറക്റ്റ് അല്ല, അത് തെറ്റാണ്. കാരണം ഓരോ പോയിന്റിലെ ആക്സിലേഷൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. വാല്യൂ സെയിം ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ വ്യത്യാസമാണ്. കോൺസ്റ്റന്റ് വെലോസിറ്റി ബട്ട് വേരിയിങ് ആക്സലറേഷൻ, അത് തെറ്റാണ്. കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ല, വേരിയിങ് വെലോസിറ്റി ആൻഡ് വേരിയിങ് ആക്സലറേഷൻ, അത് കറക്റ്റാണ്. സ്പീഡാണ് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നത്, വെലോസിറ്റി വേരിയബിൾ ആയിരിക്കും. അപ്പോൾ വെലോസിറ്റീൻ്റെ ഡയറക്ഷൻ മാറും, ആക്സലേഷൻ ഡയറക്ഷനും മാറും. ഓരോ പോയിന്റിലെ വെലോസിറ്റിയുടെ ആക്സലേഷൻ ഡയറക്ഷൻ മാറുകയാണ്, അപ്പോൾ വേരിയബിൾ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ 4 is the ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ പ്രിസമിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. നമുക്ക് എന്താ വേണ്ട? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസമാണ് വേണ്ട അല്ലേ. അപ്പോൾ 2 പോയിന്റിലായിട്ട് സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ മതി. ഇത് തന്നിട്ടുണ്ട്, ഇത് ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത് അല്ലേ. സർഫേസിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ് അല്ലേ. അപ്പോൾ ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ അല്ലേ. അപ്പോൾ ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും, ഇത് സി ആയിരിക്കില്ലേ. ഇത് സി ആണ്, ഇത് 90 ഡിഗ്രി ആണ് നമുക്കറിയാം, ഇത് സി ആണ്. ഇത് സി ആണ്, പിന്നെ ഇത് 90 മൈനസ് സി ആയിരിക്കില്ലേ. ഇത് 90 മൈനസ് സി ആവുമല്ലോ. ഇത് സി ആണ്, ഇത് 90 ആണ് അല്ലേ. അപ്പോൾ ഇത് ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് സൈൻ 30 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു സൈൻ 90 മൈനസ് സി. ശരിയല്ലേ. സൈൻ 30 എത്ര? 1/2 ആണ്. അപ്പോൾ 1/2 ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു കോസ് 90 മൈനസ് സൈൻ 90 മൈനസ് സി ഇസ് കോസ് സി അല്ലേ. അപ്പോൾ കോസ് സി എന്ന് വരും. ക്ലിയർ ആണല്ലോ. ഇനി അത് ഇക്വേഷൻ നമ്പർ 1 ആണെന്നിരിക്കട്ടെ. ഇനി ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്തേ. അപ്പോൾ ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ മ്യൂ ഇൻറ്റു സൈൻ സി ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു സൈൻ 90. സൈൻ 90 1 ആണ്. അപ്പോൾ സൈൻ സി ഇസ് ഈക്വൽ ടു 1/μ എന്ന് വരും. ശരിയല്ലേ. ഇക്വേഷൻ നമ്പർ 2 ആണ്. ഒരു കാര്യം ചെയ്തത്, ഇത് സൈൻ സി ഉണ്ട്, കോസ് സി ഉണ്ട്. അപ്പോൾ അത് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് കോസ് സി എത്ര കിട്ടും? കോസ് സി ഇസ് ഈക്വൽ ടു 1/2 മ്യൂ എന്ന് കിട്ടത്തില്ലേ. ശരിയല്ലേ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 ആണെന്നിരിക്കട്ടെ. രണ്ടും കൂടി സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ സൈൻ സ്ക്വയർ സി പ്ലസ് കോസ് സ്ക്വയർ സി ഇസ് ഈക്വൽ ടു 1/μ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/2 മ്യൂ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ മ്യൂവിൻ്റെ വാല്യൂ കിട്ടും. ഇത് ചെയ്ത് വരുമ്പോൾ സമയം കളയുന്നില്ല, ഓപ്ഷൻ 2 ആണ് കിട്ടുന്നത്. √5/2 എന്ന് കിട്ടും. അപ്പോൾ ഈസി ക്വസ്റ്റൻ ആണ്, ജസ്റ്റ് ആ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ മ്യൂ കിട്ടും, സോൾവ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ √5/2 എന്ന് കിട്ടും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വെർനിയർ കാലിപ്പർ. വെർനിയർ സ്കെയിൽ കോയിൻസൈഡ് തന്നിട്ടുണ്ട്, മെയിൻ സ്കെയിൽ കോയിൻസൈഡ് തന്നിട്ടുണ്ട്, പിന്നെ MSD ഇസ് ഈക്വൽ ടു 0.1 mm ആണ്. അപ്പോൾ നമുക്ക് വെർനിയർ കോൺസ്റ്റന്റ് വെർനിയർ വേണ്ട അല്ലേ. അപ്പോൾ വെർനിയർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് ഇക്വേഷൻ നമുക്കറിയാം, ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു 1 MSD മൈനസ് 1 VSD. ശരിയല്ലേ. ഇനി ഇവിടെ കോയിൻസൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ n+1 VSD ഇസ് ഈക്വൽ ടു n MSD ആന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് VSD എന്ത് കിട്ടും? 1 VSD ഇസ് ഈക്വൽ ടു n ഡിവൈഡ് ബൈ n+1 MSD എന്ന് കിട്ടും. ശരിയല്ലേ. ഈ വാല്യൂ കൊണ്ട് പുട്ട് ചെയ്താൽ മതി. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു 1 MSD മൈനസ് n ഡിവൈഡ് ബൈ n+1 MSD. ശരിയല്ലേ. സോൾവ് ചെയ്ത് വരുമ്പോൾ 1 ഡിവൈഡ് ബൈ n+1 എന്ന് വരും. അപ്പോൾ 1 ഡിവൈഡ് ബൈ n+1 MSD എന്ന് വരും. ഇനി MSDയുടെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാ? 0.1 അല്ലേ. അപ്പോൾ 0.1, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു n ഡിവൈഡ് ബൈ n+1 ഇൻറ്റു 0.1 ഇൻറ്റു 10⁻³ എന്ന് വരും. ക്ലിയർ ആണല്ലോ. ശരിയല്ലേ അല്ലേ. അപ്പോൾ എത്ര കിട്ടും ഇത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 10,000 ആവത്തില്ല, 10,000 n+1 അത്രയും മീറ്ററിലാണ് കിട്ടുന്നത്. പക്ഷേ ഓപ്ഷനിൽ സെൻറ്റിമീറ്റർ, നമുക്ക് സെൻറ്റിമീറ്ററിലാണ് വേണ്ട അല്ലേ. അപ്പോൾ സെൻറ്റിമീറ്റർ ആക്കാനായിട്ട് 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ 2 പൂജ്യമൊക്കെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ എത്ര കിട്ടുന്നത്? ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 100 ഇൻറ്റു n+1 എന്ന് കിട്ടും.
ക്ലിയർ ആണല്ലോ. അപ്പോൾ ഓപ്ഷൻ ഇത് വരും, ഓപ്ഷൻ 2 is the answer. 1 divided by 100 into n+1. അടുത്ത ക്വസ്റ്റ്യൻ YDSC ആണ്. മോണോക്രോമാറ്റിക് സോഴ്സ് ഇസ് റീപ്ലേസ്ഡ് ബൈ വൈറ്റ് കളർ. അപ്പം നമുക്കറിയാം വൈറ്റ് മോണോക്രോമാറ്റിക് സിംഗിൾ വേവ് ലെങ്ത്തിന് മാറ്റി നമ്മൾ വൈറ്റ് വേവ് ലെങ്ത് ആക്കി വൈറ്റ് കളർ ആക്കി കഴിഞ്ഞാൽ സെൻട്രൽ ബ്രൈറ്റ് മാത്രം ബ്രൈറ്റ് ആയിരിക്കും, ബാക്കി എല്ലാ ഫ്രിഞ്ചസും കളേർഡ് ആയിരിക്കും. ശരിയല്ലേ? അപ്പം അത് വെച്ച് നോക്കിയാൽ മതി. അപ്പം ഇന്റർഫറൻസ് പാറ്റേൺ വിൽ ഡിസപ്പിയർ, അത് തെറ്റാണ്. there will be central dark fringe, അത് തെറ്റാണ്. സെൻട്രൽ ഡാർക്ക് അല്ല, സെൻട്രൽ എപ്പോഴും ബ്രൈറ്റ് ആയിരിക്കും. there will be central bright white fringe surrounded by few colored fringes, അത് കറക്റ്റ് ആണ്. all the bright fringes will have equal width ആയിരിക്കും അല്ല, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ബീറ്റ ഈസ് ഈക്വൽ ലാംഡ ഡി ഡിവൈഡ് ബൈ ഡി അല്ലേ? അപ്പോൾ ഓരോ കളറിന് ലാംഡ വ്യത്യാസമാണ്. അപ്പോൾ ലാംഡ ഡിഫറെൻ്റ് ആണെങ്കിൽ വിട്ടും വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈക്വൽ വിട്ട് അല്ല, ഓരോ കളറിന് ഓരോ വിട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഏത് വരുന്നത്? ഓപ്ഷൻ 3 is the answer. there will be central bright with white fringes surrounded with few colored fringes. Okay, അടുത്ത question. if c is the velocity of light in free space, the current statement about photon of the following is energy of the photon is h mu. അത് കറക്റ്റ് ആണല്ലോ, ഇത് കറക്റ്റ് ആണ്. വെലോസിറ്റി ഓഫ് ദ ഫോട്ടോൺ ഈസ് c, അത് കറക്റ്റ് ആണ്. പിന്നെ ദ മൊമെന്റം ഓഫ് ദി ഫോട്ടോൺ ഈസ് p is equal to h mu divided by c. നമ്മൾ മൊമെന്റമിന്റെ വാല്യൂ പഠിച്ചിട്ടുണ്ട്. മൊമെന്റം ഈസ് ഈക്വൽ ടു h divided by ലാംഡ. ഇതിപ്പോൾ ഫ്രീക്വൻസിയും ഇതിന്റെ ടേംസിലാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു v divided by ലാംഡ അല്ലേ? അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു v divided by mu എന്ന് വരും. ശരിയല്ലേ? v divided by f എന്ന് വരും. അപ്പോൾ ലാംഡയ്ക്ക് പകരം 1 by ലാംഡ ഈസ് ഈക്വൽ ടു f divided by v എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഫ്രീക്വൻസിക്ക് പകരം mu ആണ്, വെലോസിറ്റിക്ക് പകരം c ആണ്. അപ്പോൾ 1 by ലാംഡയ്ക്ക് പകരം h into mu divided by c എന്ന് വരും. അപ്പോൾ മൊമെന്റം ഈസ് ഈക്വൽ ടു h mu divided by c, അത് കറക്റ്റ് ആണ്. അപ്പോൾ ഓക്കെ, അടുത്തത് if in the energy electron collision both total energy and the total momentum are conserved, അതും കറക്റ്റ് ആണ്. കാരണം ഇലാസ്റ്റിക് കൊളീഷൻ അല്ലേ? ഫോട്ടോൺ ഇലക്ട്രോൺ ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. അപ്പോൾ അത് കറക്റ്റ് ആണ്. ഫോട്ടോൺ പോസസ് പോസിറ്റീവ് ചാർജ്, അത് തെറ്റല്ലേ? അപ്പോൾ ഓപ്ഷൻ ഏത് വരും? എ ബി സി ആൻഡ് ഡി എന്ന് വരും. ഓപ്ഷൻ 2 is the answer. എ ബി സി ആൻഡ് ഡി ഓൺലി. അടുത്ത ക്വസ്റ്റ്യൻ. ഔട്ട്പുട്ട് y ഓഫ് ദ ഗിവൺ ലോജിക് ഗേറ്റ് സിമിലർ ടു. ഓക്കെ, ഇത് കാണുമ്പോൾ അറിയാതെ ഏതാ? നോർ വെച്ചിട്ടല്ലേ? നോർ വെച്ച് 3 ഗേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും? ആൻഡ് ഗേറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ചെയ്ത് നോക്കാം. ഇത് എ ആന്നിരിക്കട്ടെ, ഇത് എ, അപ്പോൾ ഇത് എ ഡാഷ് എന്ന് വരും, ഇത് ബി ഡാഷ് എന്ന് വരും അല്ലേ? ബ്രാക്കറ്റ് ആയിട്ട് എടുക്കാം. എ ബ്രാക്കറ്റും ബി ഡാഷ് അല്ലേ? എ ഡാഷ് ബി ഡാഷ് അല്ലേ? ഇനി ഇത് ഏത് ഗേറ്റ്? ഇത് ഓറല്ലേ? അപ്പോൾ ഓറാകുമ്പോൾ ആഡ് ചെയ്യുവാണ്. അപ്പോൾ എ ഡാഷ് പ്ലസ് ബി ഡാഷ് എന്ന് വരും. ശരിയല്ലേ? അതിൻ്റെ ഹോൾ ഡാഷ് അല്ലേ? കാരണം ഇവിടെ നോട്ട് വന്നിട്ടുണ്ട്, നോറാണ്. അപ്പോൾ എന്താ വരും? സ്പ്ലിറ്റിംഗ് ദ ബ്രാക്കറ്റ്. അപ്പോൾ എ ഡാഷിൻ്റെ ഡാഷ് പ്ലസിൻ്റെ ഡാഷ് ബി ഡാഷിൻ്റെ ഡാഷ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി എന്ന് വരും. എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ ഏത് ഗേറ്റ് ആണ്? ദാറ്റ് ഈസ് ആൻഡ് ഗേറ്റ് ആണ്. അറിയാമല്ലോ. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 4 is the answer, ആൻഡ് ഗേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. സ്പെക്ട്രൽ ലൈൻസിൻ്റെ ട്രാൻസിഷൻ തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആണ് വേണ്ടത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. ഇതിനകത്ത് ഏറ്റവും എനർജി കൂടിയ ട്രാൻസിഷൻ ഏതാ നോക്കിയാൽ മതി. ഏറ്റവും എനർജി കൂടിയ ട്രാൻസിഷൻ ഏതാ? ഇത് 3 നിന്ന് 2ലേക്ക്, ഇത് 4 നിന്ന് 2ലേക്ക്, 5 നിന്ന് 2ലേക്ക്, 6 നിന്ന് 2ലേക്ക് അല്ലേ? അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ഇതല്ലേ അല്ലേ? അപ്പം ഡീൻ്റെ എനർജി ഏറ്റവും മാക്സിമം ആണ്. ഇതിന് എനർജി മാക്സിമം, ദിസ് ഇസ് ദ മാക്സ്. അപ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് ഏറ്റവും മിനിമം ആയിരിക്കും. ശരിയല്ലേ? മിനിമം വേവ് ലെങ്ത് വരുന്നത് ഏതാ? ഇതല്ലേ മിനിമം വേവ് ലെങ്ത്. അപ്പോൾ ഡീൻ്റെത് 1 ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഡീൻ്റെ 1 നേടി. അങ്ങനത്തെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ 2 is the answer. ക്ലിയർ ആണല്ലോ? അപ്പോൾ മൊത്തം ചെയ്യാൻ നിൽക്കണ്ട. അതിനകത്ത് ഏറ്റവും എനർജി കൂടിയ ട്രാൻസിഷൻ ഓപ്ഷൻ ഡി ആണ്, 6 to 2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത് മിനിമം ആയിരിക്കും. അത് 410.2 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A thin flat circular disc of radius 4.5 cm is placed gently on the surface of the water. The surface tension is 0.07. The excess force required to take it away is. Okay, അപ്പോൾ എക്സസ് ഫോഴ്സ് പറയുമ്പോൾ സർഫേസ് ടെൻഷൻ്റെ ഫോഴ്സ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോഴ്സ് ഈസ് ഈക്വൽ ടു സർഫേസ് ടെൻഷൻ ഇൻറ്റു ലെങ്ത്. ദാറ്റ് ഈസ് ഈക്വൽ സർഫേസ് ടെൻഷൻ എത്രയാണ്? 0.07 ഇൻറ്റു
സർക്കുലർ ഡിസ്ക് അല്ലേ, ഡിസ്ക് ആണ്. അപ്പോൾ സർക്കുലർ ഡിസ്ക് ആണെങ്കിൽ ഒറ്റ സർഫേസേ ഉള്ളൂ. അതിന്റെ ലെന്ത് എത്രയായിരിക്കും? 2πr അല്ലേ, അപ്പോൾ 2πr എന്ന് വരും. ദാറ്റ് ഈസ് 7 into 10⁻² into 2 into pi into r എത്രയാ? 4.5 അല്ലേ. അപ്പോൾ 4.5 ഒരു കാര്യം ചെയ്യാം, 9/2 ആയിട്ട് എടുക്കും. അപ്പോൾ 9/2 into 10⁻² എന്ന് വരത്തില്ലേ? ശരിയല്ലേ? ഇനി 2 ക്യാൻസൽ ആയിപ്പോയി. പിന്നെ അപ്പോൾ 7 into 9 63 അല്ലേ. അപ്പോൾ 63 into pi into 10⁻⁻4 എന്ന് വരും. ശരിയല്ലേ? അപ്പം എന്തായാലും ഇതൊന്നും വരത്തില്ല, മില്ലിയിലായിരിക്കും കാണുന്നത് അല്ലേ. ആൻസർ മില്ലിയിലേ കിട്ടത്തുള്ളൂ. ഇനി അല്ല, മില്ലിയിലാണോ കിട്ടുന്നത്? നോക്കട്ടെ. 63 into pi എത്ര? 63 into pi, പൈൻ്റെ വരെ 3 ആയിട്ട് എടുക്കുക. അപ്പോൾ 63 into 3 ഇത് 980 എന്ന് വരുന്നത്. ഇപ്പോൾ 189 പോയിന്റ് സംതിങ് ആണ് അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ 189 into 10⁻⁻4 ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ഇതിനെ 18.9 into 10⁻⁻3 ആയിട്ട് എടുത്താലോ? അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത്? ഇതിന് ഏറ്റവും അടുത്തുള്ള ഓപ്ഷൻ 1 ആണ്. അപ്പം 19.8 മില്ലി ന്യൂട്ടൺ എന്ന് വരും. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. NP/NS തന്നിട്ടുണ്ട് അല്ലേ, ട്രാൻസ്ഫോമർ AC. VS/VP ആണ് വേണ്ടത്. അപ്പം NP നമുക്കറിയാം, NP/NS is equal to VP/VS ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 തന്നെ വരും. ശരിയല്ലേ? നമുക്കിവിടെ വേണ്ടത് VS/VP. അപ്പം VS/VP is equal to 2/1 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ഓപ്ഷൻ ചെയ്ത ഓപ്ഷൻ 2 is the answer. 2:1. The question: the maximum elongation of the steel wire of 1 meter length if its elastic limit of steel and Young's modulus is. ഓക്കെ. ഇപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് ഓഫ് സ്റ്റീൽ തന്നിട്ടുണ്ട്. ഇലാസ്റ്റിക് ലിമിറ്റ് ഓഫ് സ്റ്റീൽ എന്ന് വെച്ചാൽ എന്താ? സ്ട്രെസ് അല്ലേ. അതിന് വാല്യൂ 8 into 10⁸8. യങ്സ് മോഡുലസ് 2 into 10⁻11. സ്റ്റീലാണല്ലേ. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ ലെന്താണ് വേണ്ടത്. അപ്പോൾ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ മതി. Y is equal to സ്ട്രെസ് ഡിവൈഡ് ബൈ ഡെൽറ്റ L/L അല്ലേ. ഡെൽറ്റ L നമുക്ക് വേണ്ടത്. അപ്പോൾ ഡെൽറ്റ L is equal to സ്ട്രെസ് ഇൻറ്റു L ഡിവൈഡ് ബൈ Y എന്ന് വരത്തില്ലേ. വാല്യൂ പുട്ട് ചെയ്താൽ മതി. അപ്പോൾ 8 into 10⁸8 into 1 ഡിവൈഡ് ബൈ 2 into 10⁻11 എന്ന് വരും. ശരിയല്ലേ? ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആയി, 10⁻³ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ല 4 അല്ലേ, സോറി ഇത് 4 അല്ലേ, 2 അല്ലല്ലോ, 4 ആണ്. 8 into 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 4 അല്ലേ. അപ്പോൾ 4 into 10⁻³ എന്ന് വരും. 4 into 10⁻³ is 4 millimeter. അപ്പോൾ ഓപ്ഷൻ 1 is the answer, 4 millimeter. അടുത്തത്, a thin spherical shell is charged by a source, some source. The potential difference between 2 points is. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ സിയും പി ആണ് വേണ്ടല്ലേ. സിയും പി തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സ്പെരിക്കൽ ഷെല്ലാണ് തന്നിട്ടുണ്ട്. സ്പെരിക്കൽ ഷെല്ലാണെങ്കിൽ സർഫേസിലും അകത്ത് സെൻറ്റർ പോയിന്റിൽ കാണുന്ന പൊട്ടൻഷ്യൽ സെയിം അല്ലേ. നമ്മൾ ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഗ്രാഫ് എങ്ങനെ? ഇതല്ലേ ഗ്രാഫ്, ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഇൻസൈഡിലും പിന്നെ സെൻറ്ററിൽ കാണുന്ന പൊട്ടൻഷ്യൽ സെയിം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തമ്മിലുള്ള ഡിഫറൻസ്, സി പി തമ്മിലുള്ള ഡിഫറൻസ്, ഇവിടുത്തെ പൊട്ടൻഷ്യലും ഇവിടുത്തെ പൊട്ടൻഷ്യലും സെയിം ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് 0 അപ്പോൾ ഓപ്ഷൻ 4 is the answer, 0. അടുത്തത്, വയർ റെസിസ്റ്റൻസ് 100 ഡിവൈഡ് ഇൻറ്റു 10 ഈക്വൽ പാർട്സ്. അതിൽ ഫസ്റ്റ് 5 is connected in series, next 5 is connected in parallel, then the combination is then again connected in series. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫൈനൽ എന്തായിരിക്കുന്നു? അപ്പം 100നെ ആദ്യമേ 10 ഈക്വൽ പാർട്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോന്നിന് 10 വെച്ച് കിട്ടും അല്ലേ. അപ്പോൾ 10നെ ആദ്യമേ എന്ത് ചെയ്തു? സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ 10 സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ 10 5 അല്ലേ. അപ്പോൾ 10നെ 10 സോ അടുത്ത ക്വസ്റ്റ്യൻ,
A wire of length L and resistance 100 100. So at the question, a wire of length L and resistance 100 ohm is equal divided into 10 equal parts. First 5 parts series, next 5 part parallel. The other combination is again in series. The resistance of the final combination is. ഇപ്പോൾ മനസ്സിലായല്ലോ, 100നെ ആദ്യമേ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത്, അപ്പോൾ ഓരോന്നിന് 10 വെച്ച് അല്ലേ, അപ്പോൾ ഓരോ പാർട്സിന് 10 വെച്ച്, അങ്ങനത്തെ 5 സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത്, അപ്പോൾ അത് 50 ആയി. പിന്നെ അടുത്ത 5 പാരലായിട്ട് കണക്ട് ചെയ്ത്, അപ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ 10/5 എന്ന് വരും അല്ലേ, അപ്പോൾ ദാറ്റ് ഈസ് അത് 5 ആണ്. ഇനി ഇത് രണ്ടും കൂടി അല്ല 10നെ 5 അല്ലേ, അപ്പോൾ അത് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 2 വരും അല്ലേ, അപ്പോൾ അത് 2 ആണ് അല്ലേ. 10/5 എന്ന് വരും പാരലായിട്ട് കണക്ട് ചെയ്യും, അപ്പോൾ 10/5 ദാറ്റ് ഈസ് 2 എന്ന് വരും. ഇനി ഇത് പിന്നെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആഡ് ചെയ്താൽ പോരെ, അപ്പോൾ 50/2 52. അപ്പോൾ ഓപ്ഷൻ ചെയ്ത ഓപ്ഷൻ 52 എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A tightly wound 100 turns of coil of resistance of radius 10 cm carries a current of 7 ampere. The magnitude of magnetic field at the center is. Okay, അപ്പോൾ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്, μ0I / 2R അല്ലേ. നമ്പർ ഓഫ് ടേൺസ് 100 ആണ്, അപ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പോൾ ദാറ്റ് ഈസ് 4π × 10⁻⁻7 ഇൻറ്റു കറൻറ്റ് എത്രയാണ് 7 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റേഡിയസ് എത്രയാണ്, റേഡിയസ് ഇസ് 10 × 10⁻². ഓക്കെ, എത്ര കിട്ടും ഇത് പൈനെ 22/7 ആയിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഈ 7 ക്യാൻസൽ ആയിപ്പോയില്ലേ, പിന്നെ ഈ 2 ക്യാൻസൽ ആയിപ്പോയി, 22 ക്യാൻസൽ ആയിപ്പോയി, ഇപ്പോൾ 11. അപ്പോൾ 44 ഇൻറ്റു ഇത് 10⁻1 ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 10⁻6 ശരിയല്ലേ. പിന്നെ ഒരു 100 കൂടി ഉണ്ടല്ലേ, അപ്പോൾ 10⁻6 ഇൻറ്റു 100 that is equal to 44 × 10⁻4 എന്ന് വരും. that is 4.4 milli Tesla. ഓപ്ഷൻ 3 is the answer. ഓക്കെ, 4.4 milli Tesla എന്ന് വരും. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. സസെപ്റ്റിബിലിറ്റി മെറ്റീരിയലിന്റെ മാച്ച് ദ ഫോളോയിങ് അല്ലേ. അപ്പോൾ ഡയമാഗ്നറ്റിക് ആണ് ഏറ്റവും ഈസി അല്ലേ. മാഗ്നറ്റിന്റെ പ്രത്യേകത അത് മാത്രമാണ് നെഗറ്റീവ് വാല്യൂ വരുന്നത് അല്ലേ. അപ്പോൾ നെഗറ്റീവ് വാല്യൂ വരുന്ന ആകെ ഒറ്റ മെറ്റീരിയൽ ഉള്ളൂ ഏതാ, ഡയമാഗ്നറ്റിക്. അപ്പോൾ ഡയമാഗ്നറ്റിക് നെഗറ്റീവ് വരും. ഇപ്പോൾ A/2 ആണെങ്കിൽ ഇതൊന്നും വരത്തില്ലല്ലോ, 3ഉം 4ഉം വരത്തില്ല. ഇനി ഫെറോ മാഗ്നറ്റിക് ആണെങ്കിൽ ലാർജ് വാല്യൂ ആണ്, അപ്പോൾ അത് 3 ആണ്. അപ്പോൾ അങ്ങനെയാണ് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ A is the answer. A2 and B3. അടുത്ത ക്വസ്റ്റ്യൻ. Above is world horizontal plane means initial speed of omega and tension T. If the speed becomes 2 then and the same radius then the tension becomes. അപ്പോൾ ഒമേഗ 2 ടൈംസ് ആക്കി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടെൻഷൻ്റെ വാല്യൂ എന്താ, ടെൻഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ ടെൻഷൻ സെൻട്രിപെറ്റൽ ഫോഴ്സ് അല്ലേ. അപ്പോൾ ടെൻഷൻ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ m⍵² r ആണ് അല്ലേ. mv²/r അല്ലെങ്കിൽ m⍵²r. അപ്പോൾ T ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ω² വരും അല്ലേ. അപ്പോൾ ഇത് 2ω ആക്കിയാൽ ടെൻഷൻ 4 ടൈംസ് ആവും. അപ്പോൾ ഓപ്ഷൻ 40 എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A parallel plate capacitor is charged by connecting it to a battery with a resistance. If I is the current in the circuit, then in the gap between the plate. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ടുണ്ട് ബൈ എ ബാറ്ററി ത്രൂ റെസിസ്റ്റൻസ് അല്ലേ. ഇഫ് I is the current in the circuit, then in the gap between the plate there is no current. പ്ലേറ്റ്സിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബാറ്ററി, ഇത് റെസിസ്റ്റൻസ്. ഇപ്പോൾ ഇവിടെ കറണ്ട് തന്നിട്ടുണ്ട്. ഈ കറണ്ട് എത്രയാണ്, ഈ കറണ്ട് I ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സിൻ്റെ ഇടയ്ക്ക് കറണ്ട് കാണത്തില്ല, കാണുമല്ലോ അല്ലേ. നമ്മൾ ആ കറണ്ട് പഠിച്ചിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഇത് കണ്ടക്റ്റിംഗ് കറണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്, കണ്ടക്റ്റിംഗ് കറണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഈക്വൽ ആയിരിക്കും, പഠിച്ചിട്ടുണ്ടാവുമല്ലോ. സോ നോ കറണ്ട് തെറ്റാണ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു I ഫ്ലോസ് ഇൻ സെയിം ഡയറക്ഷൻ, അത് കറക്റ്റാണ്.
കാരണം സെയിം ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്, എന്നാലേ സർക്യൂട്ട് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു ഐ ബട്ട് ഇൻ ഫ്ലോസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ? അല്ല. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഗ്രേറ്റർ ദാൻ ഐ ബട്ട് ഫ്ലോസ് ഇൻ എനി ഡയറക്ഷൻ. ഗ്രേറ്റർ ദാൻ ഒന്നുമല്ല, ഈക്വൽ ആണ്. അപ്പോൾ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ 2 ആണ്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഈസ് ഈക്വൽ ബട്ട് മൂവ്സ് ഇൻ സെയിം ഡയറക്ഷൻ, എന്നാലേ സർക്യൂട്ട് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഓക്കെ, അടുത്തത് 10 മൈക്രോഫാരഡ് കപ്പാസിറ്റർ വോൾട്ടേജ് തന്നിട്ടുണ്ട്, പീക്ക് കറണ്ട് ആവേണ്ട അല്ലേ. അപ്പോൾ സെയിം പീക്ക് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? I is equal to I0 is equal to V0 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് അല്ലേ. ഇവിടെ റെസിസ്റ്റൻസ് കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ കപ്പാസിറ്റർ ആണെങ്കിൽ XC ആണ്, ശരിയല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു V0 എത്രയാ? ഇത് RMS അല്ലേ, ഇത് തന്നേക്കുന്ന RMS ആണ്. അപ്പോൾ I0 ആക്കാനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 210 × √2 എന്ന് വരും അല്ലേ. ഡിവൈഡഡ് ബൈ XC എത്ര? 1/C ഒമേഗ അല്ലേ. അപ്പോൾ 1/C ഒമേഗ ദാറ്റ് ഈസ് 210 × √2 ഇൻറ്റു സിൻ്റെ വാല്യൂ 10 × 10⁻⁻6 ഇൻറ്റു ഒമേഗ. ഇത് ഫ്രീക്വൻസി തന്നേക്കുന്നത് 50 ഹെർട്സ്. അപ്പോൾ ഒമേഗ ആക്കാനായിട്ട് സോ 2π × 50 എന്ന് വരത്തില്ലേ അല്ലേ. സോൾവ് ചെയ്തേ അപ്പോൾ എത്ര വരും? ഇത് 100π. അപ്പോൾ 210 ഇൻറ്റു 1.414 ഇൻറ്റു ഇത് 10⁻⁵ ഇൻറ്റു 100π എന്ന് വരും, ശരിയല്ലേ. ഇതങ്ങ് ക്യാൻസൽ ആയിപ്പോയി. ഇപ്പോൾ 10⁻³ എന്ന് വരും അല്ലേ. ഇനി ഇത് ക്യാൻസൽ ആയി പോയപ്പോൾ 10⁻² എന്ന് വരും. അപ്പോൾ 21 × 1.4 ഇൻറ്റു π അല്ലേ, ഇൻറ്റു 10⁻². 1.414 ആണ് അല്ലേ. അപ്പോൾ ഇത് പൈനെ നമ്മൾ 21/7 ആയിട്ട് 22/7 ആയിട്ട് എഴുതാം. അപ്പോൾ 21 ആണിത്. 21 × 1.4 ഇൻറ്റു ഇത് 22/7 ആയിട്ട് എടുക്കുക ഇൻറ്റു 10⁻² അല്ലേ. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ 2.2 എന്ന് വരത്തില്ലേ അല്ലേ. അപ്പോൾ ഇത് കളഞ്ഞപ്പോൾ ഇത് -3 ആക്കി. അപ്പോൾ ഇത് 42 × 22 ഇൻറ്റു 10⁻³ അല്ലേ. 42 × 22 എത്രയാ? ഇത് 4 8 4 8 ആഡ് ചെയ്യുമ്പോൾ ഇത് 8 4 ഇത് 2 ഇത് 1 9 അല്ലേ. അപ്പോൾ 9 to 4 ഇൻറ്റു 10⁻³ ദാറ്റ് ഈസ് 0.924 എന്ന് വരും, ശരിയല്ലേ. 0.924. അപ്പോൾ ഓപ്ഷൻ ഇത് ഓപ്ഷൻ 2 is the answer. 0.93 ആംപിയർ എന്ന് വരും. ഓക്കെ, ഈസി ക്വസ്റ്റൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ മാസ് ഓഫ് ദ ബോബ് ഇൻ എ സിമ്പിൾ പെൻഡുലം is increased by thrice of its original mass and its length is made half of the original length, then the new time period of the oscillation is x/2 times its original time period, then the value of x is. Time period in the equation and the t is equal to 2π × √L/g അല്ലേ. അപ്പോൾ മാസ് ത്രൈസ് ചെയ്ത് മാസ് ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല, അപ്പോൾ മാസ് ഒന്നും എടുക്കണ്ട. ഇനി ലെങ്ത് എത്ര ടൈംസ് ആക്കി? ലെങ്ത് ഹാഫ് ആക്കി. അപ്പം ലെങ്ത് ഹാഫ് ആക്കി കഴിഞ്ഞാൽ T' 1/√2 ടൈംസ് ആവത്തില്ലേ, ശരിയല്ലേ. കാരണം T ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √L ആണ്. അപ്പോൾ L/2 എന്ന് പറയുമ്പോഴത്തേക്കും √½ ആയി. അപ്പോൾ T' ഇസ് പ്രൊപ്പോർഷണൽ ടു 1/√2 എന്ന് വരും, ശരിയല്ലേ. അപ്പോൾ T ഡിവൈഡ് ബൈ T' ഇസ് ഈക്വൽ ടു √2/2 എന്ന് വരും. √2/1 അല്ലേ, √2/1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എത്രയാന്ന് പറഞ്ഞു? ഇത് x/2 ആന്ന് പറഞ്ഞു, ആണോ? അങ്ങനെയല്ല, എക്സ് തിരിച്ചാണല്ലേ. T' വാല്യൂ എത്ര കിട്ടും? T' ഇസ് ഈക്വൽ ടു T/√2 എന്ന് കിട്ടത്തില്ലേ. ഇതിന്റെ വാല്യൂ ആണ് x/2 ആയിട്ട് തന്നേക്കുന്നത്. അപ്പോൾ എക്സിന്റെ വാല്യൂ വേണ്ട. എക്സ് എത്ര കിട്ടും? ഇത് 1/2 അല്ലേ. അപ്പോൾ x/2 ഇസ് ഈക്വൽ ടു 1/√2. അപ്പോൾ x ഇസ് ഈക്വൽ ടു 2/√2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു √2 എന്ന് വരും. ക്ലിയർ അല്ലേ. അപ്പോൾ എക്സിന്റെ വാല്യൂ എത്ര? √2. ഓപ്ഷൻ 2 ഇസ് ദി ആൻസർ, √2. അടുത്ത ക്വസ്റ്റ്യൻ, TV ഗ്രാഫ് തന്നിട്ടുണ്ട് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. ചാൾസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രഷറിന്റെ റിലേഷൻ ആവേണ്ട അല്ലേ. അപ്പം TV ഗ്രാഫിൽ പ്രഷർ കമ്പയർ ചെയ്യണം. അപ്പം എങ്ങനെ ചെയ്യേണ്ടത്? നമുക്കറിയാം TV എന്ന് പറയുമ്പോൾ
പി വി ഇസ് ഈക്വൾ ടു എൻ ആർ ടി അല്ലേ, പി വി ഇസ് ഈക്വൾ ടു എൻ ആർ ടി ആ അല്ലേ. അപ്പോൾ ഇതിന് ടി ഡിവൈഡ് ബൈ വി എന്ത് കിട്ടും, ടി ഡിവൈഡ് ബൈ വി ഈസ് പി ഡിവൈഡ് ബൈ എൻ ആർ അല്ലേ, അതിൽ ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ടി ഡിവൈഡ് ബൈ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി ആ, ശരിയല്ലേ. ടി ഡിവൈഡ് ബൈ വി എന്ന് പറയുമ്പോൾ സ്ലോപ്പ് ആണല്ലോ അല്ലേ, കാരണം ഡി വൈ ബൈ ഡി എക്സിന്റെ ഫോർമാറ്റ് ആയത്. അപ്പോൾ വൈ ആക്സിസ് ബൈ എക്സ് ആക്സിസ്, വൈ ആക്സിസ് ബൈ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ സ്ലോപ്പ് ആണ്. അപ്പോൾ സ്ലോപ്പ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്ന് കിട്ടി, സ്ലോപ്പ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്ന് കിട്ടി. ക്ലിയർ അല്ലേ. അപ്പോൾ സ്ലോപ്പ് ആർക്കാണോ കൂടുതൽ അതിന്റെ പ്രഷറും കൂടുതലായിരിക്കും. ഇവിടെ സ്ലോപ്പ് ഏറ്റവും കൂടുതൽ ഏത് ഗ്രാഫിനാ, ഇതല്ലേ സ്ലോപ്പ് ഏറ്റവും കൂടുതൽ, അപ്പം അതിന്റെ പ്രഷറും ഏറ്റവും കൂടുതലായിരിക്കും, ശരിയല്ലേ. പിന്നെ സ്ലോപ്പ് കുറഞ്ഞു കുറഞ്ഞു വരും, അപ്പോൾ പ്രഷർ പിന്നെയും കുറയും. അപ്പോൾ ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ 4 തന്നെ വരും. ഓപ്ഷൻ 4 P1 ഗ്രേറ്റർ ദാൻ P2 ഗ്രേറ്റർ ദാൻ P3. ഓക്കെ ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ ഗ്രാവിറ്റേഷൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. The minimum energy required to launch a satellite of mass small m from the surface of the earth of mass capital M and radius r in a circular orbit of altitude 2r from the surface of the earth is. Okay. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ കുറേ തവണ ചെയ്തിട്ടുള്ളത് അല്ലേ, എന്താണ് നമ്മൾ എടുത്തുന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ സർഫേസിലൊരു സാറ്റലൈറ്റ് ഇരിക്കുക അല്ലേ, അതിന് ഹൈറ്റ് അപ്പോൾ എത്ര ആയിട്ട് എടുക്കും, ക്യാപിറ്റൽ ആർ ആയിട്ട് എടുക്കും അല്ലേ. അതിനെ നമ്മൾ അടുത്ത ഒരു ഓർബിറ്റ്, ആ ഓർബിറ്റിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് എത്രയാ, 2r അല്ലേ, ഈ ഹൈറ്റ് തന്നിട്ടുണ്ട് 2r. അപ്പോൾ ഇവിടം വരെ എത്തിക്കാൻ വേണ്ടി വേണ്ട എനർജി എത്രയാണ്, അപ്പോൾ എനർജി ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഇവിടെ ഇനീഷ്യൽ എനർജി ആണ്, ഇവിടെ ഫൈനൽ എനർജി. അപ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ എടുത്താൽ മതി. അപ്പോൾ ഫൈനൽ എനർജി, ഇനീഷ്യൽ എനർജി എത്രയാണ്, ഇനീഷ്യൽ എനർജി ഈസ് ഇവിടെ ഇരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ അല്ലേ, സർഫേസിൽ ഇരിക്കുമ്പോൾ സാറ്റലൈറ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, കാരണം റെസ്റ്റിലായിരിക്കും. മൈനസ് ജി എം എം ഡിവൈഡ് ബൈ ആർ, ഹൈറ്റ് ആർ ആണ്, അപ്പോൾ ആർ എന്ന് എടുത്താൽ മതി. ഇതാണ് ഇനീഷ്യൽ എനർജി. ഫൈനൽ എനർജി എത്രയായിരിക്കും, സാറ്റലൈറ്റ് ഇവിടെ എത്തുമ്പോൾ അതിന് ടോട്ടൽ എനർജി വേണം എടുക്കാൻ, കാരണം കൈനറ്റിക് എനർജിയും ഉണ്ട് പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്. അപ്പോൾ മൊത്തം എനർജി എത്ര വരും, മൈനസ് ജി എം എം ഡിവൈഡ് ബൈ 2r ആണ്. അപ്പോൾ 2 ഇൻറ്റു ആർ എത്രയാണ്, ഈ ഹൈറ്റ് ആണ് 2r ആയിട്ട് തന്നേക്കുന്നത്. അപ്പോൾ ഇത്രയും ഹൈറ്റ് 3r എന്ന് വരത്തില്ലേ, അപ്പോൾ മൊത്തം ഹൈറ്റ് 3r എന്ന് വരും, അപ്പോൾ ഇൻറ്റു 3r എന്ന് വരും, ശരിയല്ലേ. അപ്പോൾ ഇനീഷ്യൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ഇസ് ഈക്വൽ ടു മൈനസ് ജി എം എം ഇൻറ്റു 1/6 മൈനസ് 1/- എന്ന് വരത്തില്ലേ, 1/1 1 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ജി എം എം ഇൻറ്റു മൈനസ് 5/6 എന്ന് കിട്ടുമല്ലോ, മൈനസ് മൈനസ് ക്യാൻസൽ ആയിപ്പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/6 ജി എം എം എന്ന് വരും. ക്ലിയർ ആണല്ലോ. അപ്പോൾ വേണ്ട എനർജി എത്രയാ, 5 GMM by 6r. ഓപ്ഷൻ 1 is the answer. ഓക്കെ. എനർജി ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. സർഫേസിലാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, ഓർബിറ്റിൽ കറങ്ങുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ ടോട്ടൽ എനർജി വേണം എടുക്കാൻ, എനർജി ഡിഫറൻസ് എടുക്കുമ്പോൾ ആൻസർ ആയി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോപ്പർട്ടി ഓഫ് വിച്ച് ഇസ് നോട്ട് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാവലിംഗ് ഇൻ ഫ്രീ സ്പേസ് ഇസ് that they have transfers in nature. Correct ആണ്. The energy density in electric field is equal to energy density in magnetic field. അത് കറക്റ്റ് ആണ്. എനർജി ഡെൻസിറ്റി എപ്പോഴും സെയിം ആയിരിക്കും അല്ലേ, പഠിച്ചിട്ടുണ്ട്. ദാറ്റ് 1/2 എപ്സിലോൺ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2 B0 സ്ക്വയർ ബൈ μ0 അല്ലേ, പഠിച്ചിട്ടുണ്ട്. സോ എനർജി ഡെൻസിറ്റി ഈക്വൽ ആണ്. ഇനി ദേ ട്രാവൽ വിത്ത് എ സ്പീഡ് ഈക്വൽ ടു 1/μ0 എപ്സിലോൺ 0. സി തന്നെ, അത് കറക്റ്റാണ്. ദേ ഒറിജിനേറ്റ് ഫ്രം ചാർജസ് മൂവിങ് വിത്ത് യൂണിഫോം സ്പീഡ് ആണോ, അല്ല അല്ലേ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എപ്പോഴും ഉണ്ടാകുന്നത് ഒരു ചാർജുള്ള പാർട്ടിക്കൽ ആക്സലറേറ്റ് ചെയ്യുമ്പോഴാണ്, അപ്പോൾ യൂണിഫോം സ്പീഡ് അല്ല, അപ്പോൾ തെറ്റിപ്പോയി. അപ്പോൾ ഇൻകറക്റ്റ് അല്ലേ നമുക്ക് വേണ്ടേ, അപ്പോൾ ഓപ്ഷൻ 4 വരും. ദേ ഒറിജിനേറ്റ് ഫ്രം ചാർജ് മൂവ് വിത്ത് ആക്സലറേഷൻ ആണ് ശരിക്കും വരേണ്ടത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനും പലർക്കും ഡൗട്ടാണ്. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യന് നമുക്ക് എന്താ ആൻസർ തരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇതിൻ്റെ ആൻസർ ഡൗട്ടാണ് നമ്മൾ. കാരണം ഈ ക്വസ്റ്റ്യന് സംശയം എന്താണെന്ന് വെച്ചാൽ ആ ഡയോഡ് തന്നിട്ടുണ്ട്, ആ ഡയോഡിൻ്റെ വാല്യൂ അത് ഒരു ഐഡിയൽ ഡയോഡാണോ അതോ ഒരു റെസിസ്റ്റൻസ് ഉള്ള ഡയോഡാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഐഡിയൽ ഡയോഡായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആൻസർ ഇല്ല. നമ്മളിപ്പോൾ ആ ഡയോഡ് ഐഡിയൽ ഡയോഡായിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് ആൻസർ ഇല്ല. നമ്മളൊരു സാധാ ഡയോഡായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ചെയ്ത് നോക്കാം. ബാലൻസ് അല്ലേ നമുക്ക് വേണ്ടേ. അപ്പോൾ ഇത് എന്തായാലും ഇതെന്തായാലും 10/15 വരത്തില്ലേ, 10/15 വരും അല്ലേ. ഇനി ഇതാണെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 10/15 വരും. 10/15 എന്ന് പറയുമ്പോൾ 2/3 ശരിയല്ലേ. അപ്പൊ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര തന്നെ കിട്ടണം? 2/3 തന്നെ കിട്ടണം അല്ലേ. അപ്പോൾ 10ഉം 5നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 10/5 is 2 ആണ്. ക്ലിയർ അല്ലേ. അപ്പൊ കൂടെയുള്ള ഈ റെസിസ്റ്റൻസ്, കൂടെയുള്ള ഈ ഡയോഡ് ഇപ്പൊ ഫോർവേഡ് ബയാസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പൊ ഫോർവേഡ് ബയാസ് ആണ്, കാരണം ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പൊ ഫോർവേഡ് ബയാസ് ആണ്. ഫോർവേഡ് ബയാസിന്റെ റെസിസ്റ്റൻസ് നമ്മൾ ഐഡിയൽ ഡയോഡ് ആണെങ്കിൽ 0 ആയിട്ട് എടുക്കുന്നത്. ഐഡിയൽ ഡയോഡ് അല്ല, ഇപ്പൊ സിലിക്കണോ ജെർമേനിയത്തിന്റെ ഡയോഡ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു റെസിസ്റ്റൻസ് കാണും. അപ്പൊ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ 5+ ഒരു സംതിങ് ഒരു വാല്യൂ ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിലിക്കൺ ഡയോഡാന്ന് വിചാരിക്കും. ഇപ്പോൾ സിലിക്കൺ ഡയോഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് ഒരു 1 point something ആണ്, ഒരു 1 point something വരും, 1.1 something ആണ്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ ഇവിടെ 5+ ഒരു സംതിങ് വരും, മനസ്സിലായി. അപ്പോൾ 5+ something ആണെന്നുണ്ടെങ്കിൽ 1 point something ആണെന്നുണ്ടെങ്കിൽ ഇത് 2/3 വരാൻ ചാൻസ് ഉണ്ട്. കാരണം 2/3 എന്ന് പറയുമ്പോൾ എത്രയാ? 2/3 0.66 അല്ലേ 2/3 0.66 അല്ലേ. അപ്പൊ 10/5 is 2 ആണ്. അപ്പൊ 10/5 പ്ലസ് എക്സ് നമ്മൾ പുട്ട് ചെയ്യുമ്പോൾ ഇത് 0.6 ആവാൻ ചാൻസ് ഉണ്ട്. എക്സിന്റെ വാല്യൂ നമ്മൾ അതനുസരിച്ച് പുട്ട് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ. ബാക്കി ഇതൊന്നും വരത്തില്ല, കാരണം ഇത് റിവേഴ്സ് ബയാസാണ്. ഇതും വരത്തില്ല, കാരണം ഇതും റിവേഴ്സ് ബയാസ് ആണ്. ഇത് വരുമോ? ഇതും വരത്തില്ല, കാരണം ഇവിടെ പാരലായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പിന്നെ കൂടത്തേ ഉള്ളൂ. കാരണം ഇത് രണ്ടും കൂടി ആണെന്നുണ്ടെങ്കിൽ 5ഉം 10ഉം കൂടി ആണെന്നുണ്ടെങ്കിൽ 5/10 തന്നെ 2 ആയി. നമുക്ക് എത്രയാ വേണ്ടേ? നമുക്ക് ഈ ഒരു റേഷ്യോ വെച്ച് നോക്കുമ്പോൾ 2/3 ആ വേണ്ടത് അല്ലേ. അപ്പൊ 2/3 ആണ് കിട്ടേണ്ടത്. അപ്പൊ 5നെ നമ്മൾ പിന്നെയും പാരലൽ ആക്കി കഴിഞ്ഞാൽ ഈ 2ന്റെ വാല്യൂ പിന്നെ കൂടത്തേ ഉള്ളൂ, 2/3 ആവത്തില്ല. ഇതിന്റെ റേഷ്യോ 2നെക്കാളും കൂടത്തേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷനും വരത്തില്ല. അപ്പോൾ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ആൻസർ 1 ആണ് ആൻസർ. ഓക്കെ, പക്ഷെ ഐഡിയൽ ഡയോഡായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആൻസർ ഇല്ല. നമ്മൾ ആ ഡയോഡ് ഐഡിയൽ ഡയോഡ് ആണെങ്കിൽ അതിനകത്ത് ആൻസർ ഇല്ല. നമ്മളൊരു സിലിക്കൺ ഡയോഡോ ജെർമേനിയം ഡയോഡായിട്ട് അതിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അത് ഓപ്ഷൻ 1 ആണ്. അപ്പോൾ ആൻസർ കീയിൽ ആൻസർ 1 വരാനാണ് ചാൻസ്. ബാക്കി നമുക്ക് കണ്ടറിയാം ഇതിന് ആൻസർ എന്തായിരിക്കും. അപ്പോൾ ഇത് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഡൗട്ടാണ്. ഒന്നൊരു സ്റ്റേറ്റ്മെന്റിന്റെ ക്വസ്റ്റ്യൻ, മറ്റേ ആറ്റംസിന്റെ ഒരു ക്വസ്റ്റ്യന്, പിന്നെ ഈ ഒരു ഡയോഡിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, കാരണം ഐഡിയൽ ഡയോഡാന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ക്യാൻ അച്ചീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്യാൻ അച്ചീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ 1 വരാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ. കാരണം നമുക്ക് റേഷ്യോയിൽ 2/3 കിട്ടിയാൽ മതി. അപ്പൊ 10/5 പ്ലസ് എക്സിന്റെ വാല്യൂ 0.66 ആയിട്ട് വരും, 2/3 ആയിട്ട് വരും. അതനുസരിച്ച് എക്സിന്റെ വാല്യൂ നമ്മൾ അതനുസരിച്ച് എക്സിന്റെ വാല്യൂ വരത്തക്ക രീതിയിലുള്ള ഒരു ഡയോഡ് എടുത്താൽ മതി. ക്ലിയർ അല്ലേ. അപ്പോൾ ഓപ്ഷൻ 1 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ എന്നാണ് അല്ലേ ക്വസ്റ്റ്യൻ. F is equal to alpha t² plus beta t. നമുക്ക് ആൽഫയും ബീറ്റയും ഡയമെൻഷൻലെസ് ആണെങ്കിൽ നമുക്ക് ആൽഫ ബീറ്റ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി ഇതാണല്ലേ. അപ്പൊ ഇത് കണ്ടാ അറിയാലോ. അത് ഓപ്ഷൻ ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇത് പറയുമ്പോൾ ആൽഫ t² അല്ലേ. ഇപ്പൊ ഇത് ബീറ്റ ടി അല്ലേ. അപ്പൊ ബീറ്റ എന്ന് പറയുമ്പോഴത്തേന് ആൽഫ ടി അല്ലേ. ബീറ്റ എന്ന് പറയുമ്പോൾ ആൽഫ ടി പോലെ വരുമല്ലോ. ഓപ്ഷൻ 2 തന്നെ വരും, ശരിയല്ലേ. ഇപ്പൊ ആൽഫ ടി ഡിവൈഡ് ബൈ ബീറ്റ എന്ന് പറയുമ്പോൾ 1 എന്ന് വരും അല്ലേ. ബീറ്റ ഇവിടെ ആൽഫ t²ഉം പിന്നെ ഇവിടെ ബീറ്റ ടി ആണ്. ഇപ്പൊ ബീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ആൽഫ ടി എന്ന് വരത്തില്ല. അപ്പൊ രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ ആൽഫ ടി ഡിവൈഡ് ബൈ ബീറ്റ എന്ന് പറയുമ്പോൾ 1 എന്ന് വരും, ശരിയല്ലേ. ഇപ്പൊ ഓപ്ഷൻ 2 ആണ് ആൽഫ ടി ഡിവൈഡ് ബൈ ബീറ്റ. ഇറ്റ് ഇസ് ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ 2 heaters A and B having power rating തന്നിട്ടുണ്ട്. Both are connected series and parallel in the fixed source. Then the ratio of output is. Okay, ഇപ്പോൾ പവർ റേറ്റിംഗിൽ സീരീസ് പാരലൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സീരീസ് കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പാസിറ്റർ പോലെ എടുക്കുന്നത്. സീരീസ് ആണെങ്കിൽ നമ്മൾ കപ്പാസിറ്റർ നമ്മൾ എടുക്കുന്ന പോലെ നമ്മൾ റെസിപ്രോക്കൽ വേണം ആഡ് ചെയ്യാൻ. പാരലൽ ആണെങ്കിൽ ചുമ്മാ ആഡ് ചെയ്താൽ മതി. നമ്മൾ കപ്പാസിറ്റർ പഠിക്കുന്നില്ല. കപ്പാസിറ്ററിൽ സീരീസ് ആണെങ്കിൽ 1/C plus 1/C2 അല്ലേ.
സീരീസ് പാരലൽ ആണെങ്കിൽ C1 + C2 എന്ന് പറയുന്ന പോലെ കപ്പാസിറ്റർ പോലെ എടുക്കണം, റെസിസ്റ്റൻസ് പോലെ എടുക്കരുത്. അപ്പൊ ഇവിടെ വാല്യൂ എന്ത് വരും? 1 ഉം 2 അല്ലേ, അപ്പൊ 1 kW 2 kW. അത് ആദ്യം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ പോലെ, ഇപ്പൊ പാരലൽ നമ്മൾ റെസിസ്റ്റൻസിൽ പാരലൽ ആയിട്ട് എടുക്കുന്ന പോലെ ഇരിക്കും. അപ്പൊ 2 × 1 / 2 + 1 എന്ന് വരും. എത്രയാ അത്? 2/3 ആ. ക്ലിയർ അല്ലേ? അടുത്തത് പാരലൽ ആണെങ്കിൽ ചുമ്മാ ആഡ് ചെയ്താൽ മതി. കപ്പാസിറ്ററിൽ ചുമ്മാ ആഡ് ചെയ്താൽ ചുമ്മാ ആഡ് ചെയ്താൽ മതി. 2 + 1 വരും, ദാറ്റ് ഈസ് 3 വരും. ശരിയല്ല? അപ്പൊ അതിന്റെ റേഷ്യോ എത്ര വരും? 2/3 / 3, ദാറ്റ് ഈസ് 2/9 എന്ന് വരും. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 2 is the answer. 2:9 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ, an iron bar of length L has a magnetic moment M. It is bent at the middle of its length such that two arms make an angle 60 degrees with each other. The magnetic moment of the new magnet is. ഒരു ബാർ മാഗ്നറ്റ് ചുമ്മാ ബെൻഡ് ചെയ്യുക അല്ലേ? അപ്പോൾ ഇതാണ് ബാർ മാഗ്നറ്റ് എന്നിരിക്കട്ടെ. അത് സെൻറ്ററിൽ നിന്ന് മിഡ് പോയിന്റിൽ നിന്ന് ബെൻഡ് ചെയ്തല്ലേ. അപ്പോൾ ഇത് L/2, ഇത് L/2. ഈ ആംഗിൾ എത്രയാന്ന് തന്നു? 60 ഡിഗ്രി ആണെന്ന് തന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതും 60 ഡിഗ്രി ആയിരിക്കത്തില്ലേ? ഇതും 60 ആയിരിക്കത്തില്ലേ? കാരണം ഇത് ഐസോസെലസ് ട്രയാങ്കിൾ പോലെ അല്ലേ, ഇത് രണ്ട് സൈഡ് സെയിം അല്ലേ. അപ്പോൾ ഇത് സെയിം ആണ്, ഇത് സെയിം ആയിരിക്കും. ഇത് ഓൾറെഡി 60 ആണ്, അപ്പോൾ ഇതും 60 അല്ലേ വരത്തുള്ളൂ. അപ്പോൾ ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിപ്പോയില്ലേ, മൂന്ന് സൈഡ് സെയിം അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്ര തന്നെ? L/2 തന്നെയാണ്. അപ്പോൾ ഇത് L/2 വരും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ +M, ഇവിടെയാണ് നമ്മുടെ -M അല്ലേ. അപ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് M = M × M' = M × L' വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു M × L' എത്ര? L/2 ആണ്. അപ്പോൾ L/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു M/2. അപ്പോൾ M' = M/2. ഇത് M അല്ലേ? M/2 എന്ന് വരും. ഇപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 2 is the answer, M/2. അടുത്ത ക്വസ്റ്റ്യൻ, മെറ്റാലിക് ബാർ ഓഫ് യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ തെർമൽ എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്, ലെന്ത് തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്. പിന്നെ ടെമ്പറേച്ചർ ഡിഫറൻസ് 0 to 100 വിതൗട്ട് എക്സ്പാൻഷൻ ഓർ ബെൻഡിങ് ദ കംപ്രസീവ് ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ ഇറ്റ് ഈസ്. ഓക്കെ, നമുക്ക് ആ തെർമൽ സ്ട്രെസ്സിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഇത്. ഇപ്പോൾ കംപ്രസീവ് ഫോഴ്സാണ് വേണ്ടത്. ഇപ്പോൾ യങ്സ് മോഡുലസ് നമ്മൾ പഠിച്ചു. യങ്സ് മോഡുലസിന്റെ വാല്യൂ പുട്ട് ചെയ്താൽ മതി. യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ ആണ് അല്ലേ. ഓക്കെ അല്ലേ? ഇനി സ്ട്രെസ്സിന്റെ വാല്യൂ നമുക്കൊന്ന് പുട്ട് ചെയ്യണം. സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെൽറ്റ എൽ പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു L∝ Δθ അല്ലേ. L∝ Δθ ആണ് ഡെൽറ്റ എൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുന്ന് Δl/L എന്ത് കിട്ടും? α Δθ എന്ന് കിട്ടത്തില്ലേ? ക്ലിയർ ആണ്. അപ്പോൾ സ്ട്രെയിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ ഇതിന് നമുക്ക് സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? സ്ട്രെസ് ഈസ് ഈക്വൽ ടു സ്ട്രെയിൻ ഇൻറ്റു യങ്സ് മോഡുലസ് വരത്തില്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ട്രെയിൻ എത്രയാ? സ്ട്രെയിൻ Δl/L ആണ്. അതിന് α Δθ ആയിട്ട് എഴുതാം. അപ്പോൾ α Δθ × y ഇതാണ് സ്ട്രെസ് അല്ലേ. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണല്ലോ. അപ്പോൾ ഫോഴ്സ് കൊണ്ടിരിക്കാൻ എന്താ ചെയ്യുക? ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ F ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു α ഇൻറ്റു Δθ × y. ഇതാണ് ഫോഴ്സ്, കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി വാല്യൂ പുട്ട് ചെയ്താൽ മതി. അപ്പോൾ F ഈസ് ഈക്വൽ ടു ഏരിയൻ്റെ വാല്യൂ 10⁻³ ഇൻറ്റു ആൽഫ എത്രയാ? 10⁻5 അല്ലേ. അപ്പോൾ 10⁻5 Δθ is 0 to 100. അപ്പോൾ 100 എന്ന് വരും. പിന്നെ വൈൻ്റെ വാല്യൂ 0.5 × 10⁻11. അപ്പോൾ 5 × 10⁻10 ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ 10⁻2 എന്ന് വരും അല്ലേ. അപ്പോൾ 5 × 10⁻4 എന്ന് വരത്തില്ലേ, അത്രയും ന്യൂട്ടൺ. അപ്പോൾ F ഈസ് ഈക്വൽ ടു 5 × 10⁻4.
5 into 10 raised to 4 അല്ലെങ്കിൽ 50 into 10 raised to 3. ഓപ്ഷൻ 2 is the answer. 50 into 10 raised to 3. അടുത്ത question. The velocity Vt of a uniform of a motion of a body is shown in the figure. The acceleration time graph that best suits this motion is. Vt ഗ്രാഫ് വന്നിട്ടുണ്ട്, നമുക്ക് ആക്സലേഷൻ ഗ്രാഫാണ് വേണ്ടത് അല്ലേ. അപ്പോൾ അത് ഇവിടെ വെലോസിറ്റി കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ വെലോസിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ ആക്സലേഷൻ കാണും അല്ലേ, പക്ഷേ സ്ലോപ്പ് പോസിറ്റീവ്, അപ്പോൾ ആക്സലറേഷനും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ആദ്യമേ ആക്സലറേഷൻ ഉണ്ട്, പിന്നെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയി, അപ്പോൾ ആക്സലറേഷൻ ഇവിടെ 0, ഇവിടെ ആക്സലറേഷൻ പോസിറ്റീവ് അല്ലേ, പിന്നെ വെലോസിറ്റി കുറയും, അപ്പോൾ ഇവിടെ ആക്സലറേഷൻ നെഗറ്റീവ്. അപ്പോൾ അങ്ങനത്തെ ഏതാ ഓപ്ഷൻ നോക്കിയാൽ മതി. ഇത് വരും, ഇത് വരത്തില്ലല്ലോ, ഇവിടെ ഫുൾ ആക്സലറേഷൻ പോസിറ്റീവ് ആണ്, അങ്ങനെ വരത്തില്ല. ഇത് വരുമോ? ഇതും വരത്തില്ല. പോസിറ്റീവ് നെഗറ്റീവ് കൂടി വരുന്നത് നോക്കിയാൽ മതി. ഇതല്ലേ ഓപ്ഷൻ 3 ആണ് ആൻസർ. ആദ്യം ആക്സലറേഷൻ പോസിറ്റീവ് ആയിരിക്കും, പിന്നെ 0 ആകും, പിന്നെ നെഗറ്റീവ് ആകും. ആക്സലറേഷൻ പക്ഷേ കോൺസ്റ്റൻ്റ് ആണ്, എന്നുകൂടി ഓർത്തോളം. ഇവിടെ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ തൊട്ട് ഇവിടെ വരെ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും, കാരണം സ്ലോപ്പ് സെയിം അല്ലേ. എല്ലാ പോയിന്റിലും സ്ലോപ്പ് സെയിം ആണ്, ബിക്കോസ് സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ സ്ട്രേറ്റ് ലൈനിൽ സ്ലോപ്പ് സെയിം ആണെങ്കിൽ Vt ഗ്രാഫിലെ സ്ലോപ്പ് അല്ലെങ്കിൽ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ നടുക്ക് 0 ആയി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. If the plates of the parallel plate capacitors connected to a battery are moved close to each other, then parallel plate capacitor എന്ത് ചെയ്തു? Connected to a battery and are moved close to each other. അപ്പോൾ പ്ലേറ്റ്സിനെ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? ഡി കുറയത്തില്ലേ? ഡി കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കപ്പാസിറ്റൻസ് കൂടും, ശരിയല്ലേ? പക്ഷെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ വോൾട്ടേജ് മാറത്തില്ല, അപ്പോൾ വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ വോൾട്ടേജ് റിമെയിൻസ് സെയിം, വോൾട്ടേജ് റിമെയിൻസ് സെയിം. അപ്പോൾ കപ്പാസിറ്റൻസ് കൂടും, വോൾട്ടേജ് സെയിം, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജും കൂടത്തില്ലേ? ചാർജ് കൂടും, കാരണം Q = CV ആണ്. അപ്പോൾ കപ്പാസിറ്റൻസ് കൂടിയാൽ ചാർജ് കൂടും. ഇത് നോക്കിയേ, ചാർജ് സ്റ്റോർഡ് ഇൻ ഇറ്റ് ഇൻക്രീസസ്, അത് കറക്റ്റാണ്. എനർജി സ്റ്റോർഡ് ഇൻ ഇറ്റ് ഡിക്രീസസ് ആണോ? അല്ലല്ലോ, ചാർജ് കൂടുകയല്ലേ ചെയ്യുന്നത്. ചാർജ് കൂടുക, കപ്പാസിറ്റൻസ് കൂടുക, അപ്പോൾ എനർജി കൂടുക ചെയ്യുന്നത്. അപ്പോൾ ഇത് തെറ്റിപ്പോയി. കപ്പാസിറ്റൻസ് ഇൻക്രീസ്, അത് കറക്റ്റാണ്. ദ റേഷ്യോ ഓഫ് ചാർജ് ടു ഇറ്റ്സ് പൊട്ടൻഷ്യൽ റിമെയിൻസ് സെയിം. ചാർജ് ടു പൊട്ടൻഷ്യൽ Q/V. Q/E എന്ന് പറയുമ്പോൾ റിമെയിൻ സെയിം ആണോ? അല്ല, Q ഇൻക്രീസ് ചെയ്യുക, അപ്പോൾ റേഷ്യോ ഇൻക്രീസ് ചെയ്യുക, അപ്പോൾ ഇത് തെറ്റിപ്പോയി. ദ പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് വോൾട്ടേജ് ഈസ് ഇൻക്രീസസ്. ചാർജ് ആൻഡ് വോൾട്ടേജ് ഇൻക്രീസസ്, അത് കറക്റ്റ് ആണല്ലോ, കാരണം Q കൂടുമല്ല, അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റും കൂടും, അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ A കറക്റ്റ്, C കറക്റ്റ്, E കറക്റ്റ്. ഓപ്ഷൻ ഇത് വരും. ഓപ്ഷൻ 2 is the answer. A, C and E. അടുത്ത ക്വസ്റ്റ്യൻ. A small telescope has a objective of focal length 140 cm and eyepiece of focal length 5 cm. The magnifying power of telescope of viewing a distance objects. But telescope magnification നമ്മൾ പഠിച്ചിട്ടുണ്ട്. M is equal to 4/UE അല്ലേ, -4/UE ആണ്. അതിൽ ഇത് രണ്ട് കേസസ് ഉണ്ട്. നമ്മൾ UE is equal to DFE divided by D plus FE എന്ന് എഴുതാറുണ്ട്. എപ്പോഴാണ്? നിയർ പോയിന്റ് ആകുമ്പോൾ യുവിൻ്റെ വാല്യൂ എന്താ? DFE divided by D plus FE. ഫാർ പോയിന്റ് അല്ലെങ്കിൽ റിലാക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ, റിലാക്സ്ഡ് പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ യുവിൻ്റെ വാല്യൂ FE ആണ് അല്ലേ. അപ്പോൾ ഇത് ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ആണെങ്കിൽ റിലാക്സ്ഡ് ആയി ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ ആണ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ M is equal to 4/Phi എന്ന് വരും, ശരിയല്ലേ? 4/Phi, FO/FE. That is equal to 4 എത്രയാണ്? 4 is 140. അപ്പോൾ 140 divided by Phi 5 ആണ് അല്ലേ. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 100 40 80 28 അല്ലേ. അപ്പോൾ 28. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 2 is the answer. 28. Last question. A sheet is placed on a horizontal surface in front of a strong magnetic pole. A force is needed to
അപ്പം എന്താ പറയുന്നത്, ഒരു ഷീറ്റ് അല്ലേ, ഇതാണ് നമ്മൾ ഷീറ്റ് എന്നിരിക്കട്ടെ. ഈ ഷീറ്റിൻ്റെ ഫ്രണ്ടിലൊരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് നീഡഡ് ടു ഹോൾഡ് ദ ഷീറ്റ് ഇഫ് ഇറ്റ് ഈസ് മാഗ്നറ്റിക്. അത് കറക്റ്റ് അല്ലേ? കാരണം ഇത് മാഗ്നറ്റിക് ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഒന്നെങ്കിൽ ഇത് മാഗ്നറ്റിന്റെ അടുത്തേക്ക് പോകും, അട്രാക്ട് ആകും, അല്ലെ റിപ്പൾഷൻ നടക്കും. മാഗ്നറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അട്രാക്ഷൻ അല്ലെ റിപ്പൾഷൻ. അപ്പൊ അവിടെ തന്നെ പിടിച്ചു നിർത്താനായിട്ട് എന്തായാലും ഫോഴ്സ് വേണം. അപ്പൊ ടു ഹോൾഡ് ദി ഷീറ്റ് ഇഫ് ഇറ്റ് ഈസ് മാഗ്നറ്റിക്, അത് കറക്റ്റ് ആണ്. ഹോൾഡ് ദ ഷീറ്റ് ഇഫ് ഇറ്റ് ഈസ് നോൺ മാഗ്നറ്റിക്, അത് തെറ്റാ. മാഗ്നറ്റിക് അല്ലാന്നുണ്ടെങ്കിൽ റിപ്പൾഷൻ അട്രാക്ഷൻ ഒന്നും കാണത്തില്ല, അപ്പൊ അത് അവിടെ തന്നെ കിടക്കും. അപ്പൊ അത് ഹോൾഡ് ചെയ്യാനായിട്ട് ഫോഴ്സ് ഒന്നും വേണ്ട. ഇനി മൂവ് ദ ഷീറ്റ് അവേ ഫ്രം ദി പോൾ വിത്ത് യൂണിഫോം സ്പീഡ് ഇഫ് ഇറ്റ് ഈസ് കണ്ടക്ടിങ്, അത് കറക്റ്റ് ആണ്. കാരണം നമുക്കറിയാം ഇത് മാഗ്നറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇതിന് പുറത്തൊരു ഫോഴ്സ് കാണുമല്ലോ, ഒന്നെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ്. അപ്പൊ യൂണിഫോം വെലോസിറ്റി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഷീറ്റ് യൂണിഫോം വെലോസിറ്റി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആയി പോകണം. അപ്പൊ ഈ അട്രാക്റ്റീവ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും, എന്നാലും യൂണിഫോം വെലോസിറ്റിയിൽ അത് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതും കറക്റ്റ് ആണ്. മൂവ് ദ ഷീറ്റ് അവേ ഫ്രം ദി പോൾ വിത്ത് ദ യൂണിഫോം വെലോസിറ്റി ഇഫ് ഇറ്റ് ഈസ് ബോത്ത് നോൺ കണ്ടക്ടിങ് ആൻഡ് നോൺ പോളാർ, അത് തെറ്റല്ലേ? നോൺ കണ്ടക്ടിങ് ആണെങ്കിൽ യൂണിഫോം വെലോസിറ്റി മൂവ് ചെയ്യിക്കാനായിട്ട് ഫോഴ്സിന്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി ഫോഴ്സ് 0 ആണ്. ഓക്കെ, അപ്പോൾ എ ആൻഡ് സി ഈസ് കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ ഇത് വരും. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ, എ ആൻഡ് സി ഓൺലി. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയാൽ ഒരു മോഡറേറ്റ് ലെവലായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്ര ഈസിയും അല്ല, എന്നാൽ അത്ര ഡിഫിക്കൽട്ടും അല്ല. ആകെ 2 ക്വസ്റ്റ്യൻ ആണ് ഡൗട്ട് ഉള്ളത്. ഒന്ന് മറ്റേ ആറ്റമിന്റെ ക്വസ്റ്റ്യനും പിന്നെ ഒന്ന് ആ ഡയോഡിന്റെ ക്വസ്റ്റ്യനും. അപ്പോൾ അത് ഇനി എൻ്റെ അതിന്റെ കീ എന്തായിട്ടാണ് കൊടുക്കുന്നത്, അത് ഡിലീറ്റ് ചെയ്യുവാണോ അതിന്റെ ബോണസ് മാർക്കാണോ തരുന്നതൊന്നും അറിയത്തില്ല. അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ബാക്കി ഇത്രയൊക്കെ ഉള്ളൂ. സോ ബാക്കി നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. സോ താങ്ക് യു, ബൈ.